കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. റേഷണലൈസ്ഡ് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് 5.5 ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. റേഷണലൈസ്ഡ് ടെക്സ്റ്റിൽ എക്സസൈസ് 5.5 18ഓളം ക്വസ്റ്റ്യൻസേ ഉള്ളൂ. 5.5 നമുക്ക് ഏതൊക്കെ നോക്കാം. ഈ 18 ക്വസ്റ്റ്യൻസ് ആണ് റേഷണലൈസ്ഡ് ടെക്സ്റ്റിൽ ഉള്ളത്. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യാം. ഇത് ടെക്സ്റ്റിൽ ലോഗരിതമിക് ഡിഫറൻസിയേഷന്റെ അണ്ടറിൽ വരുന്ന എക്സസൈസ് ആണ്. സോ ഇതെല്ലാം ലോഗരിതമിക് ഡിഫറൻസിയേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് എന്ന് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യത്തെ 11 എണ്ണം ഡയറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഉള്ളത് dy by dx കാണാനും. രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തന്നെയാണ്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യത്തെ 11 ഫംഗ്ഷനിലും ഒരു ടേം തന്നിട്ടുണ്ട്. അപ്പൊ പർട്ടിക്കുലർ നെയിം ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് ഒന്നാമത്തെ cos x, cos 2x, cos 3x ആണ് നോക്കാം. അപ്പൊ നമ്മൾ പേരൊന്നും തരാത്ത കാരണം നമ്മൾ അതിന് എന്തെടുക്കുന്നു, ലെറ്റ് y ഈക്വൽ ടു cos x, cos 2x, cos 3x. cos x, cos 2x, cos 3x ആണ് അല്ലെ. അപ്പൊ അതിനെങ്ങനെ നമ്മൾ ഇനി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല, അത് ലോഗ് എടുക്കാം. ലോഗ് y രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്തു. സോ വി വിൽ ഗെറ്റ് cos 2x, cos 3x. ആൻഡ് ലോഗിന്റെ ഒരു പ്രോപ്പർട്ടി ഓർമ്മ ഉണ്ടല്ലോ, ലോഗ് എ ബി വിൽ ബി ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. ആൻഡ് ദിസ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് അപ് ടു n ടേംസ്. അതായത് ഇപ്പൊ എ ബി മാത്രമല്ല, എ ബി സി ഉണ്ടെങ്കിൽ ലോഗ് എ, ലോഗ് ബി പ്ലസ് ലോഗ് സി ആയിരിക്കും. ഈ 4 ഉണ്ടെങ്കിലൊക്കെ അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 3 ടേം ആകുമ്പോൾ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, ലെഫ്റ്റ് സൈഡ് തന്നെ ആയിരിക്കും. ഇവിടെ ലോഗ് കോസ് എക്സ് പ്ലസ് ലോഗ് കോസ് 2x പ്ലസ് ലോഗ് കോസ് 3x ആയിരിക്കും. ഇനി നമ്മൾ സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞു, ഇനി നമുക്ക് മുന്നോട്ടൊന്നും ചെയ്യാനില്ല. അപ്പൊ ഇനി എങ്ങനെ, ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പം റൈറ്റ് സൈഡിൽ നമുക്ക് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലെ. ലെഫ്റ്റ് സൈഡിൽ എന്താ വരിക, ലോഗ് വൈയുടെ 1 by y. അഗെയിൻ y ഈസ് എ ഫംഗ്ഷൻ ഓഫ് x ആണ്. സോ എന്ത് വരും, ഇൻറ്റു dy by dx കൂടി വരും. ഇവിടെയാണെങ്കിൽ 1 by cos x ആദ്യ ലോഗിന്റെ, ദെൻ cos x ന്റെ മൈനസ് സൈൻ എക്സ് വരും. ഇവിടെയാണെങ്കിൽ 1 by cos 2x ആദ്യം ഇൻറ്റു cos 2x ന്റെ മൈനസ് സൈൻ 2x കഴിഞ്ഞോ, ഇല്ല, എന്തുകൂടി ഉണ്ട്, ഇൻറ്റു 2x ന്റെ 2 കൂടി ഉണ്ട്, പ്ലസ് ഇത് വരും 1 by cos 3x അല്ലെ, ഇൻറ്റു cos 3x ന്റെ മൈനസ് സൈൻ 3x ഇൻറ്റു എന്ത് വരും, 3യും കൂടി വരും അല്ലെ. ഇനി dy by dx എന്താ വരാം, dy by dx ഈക്വൽ ടു, ഇവിടെ ഒരു y ഉണ്ട് അല്ലെ, 1 by y. 1 by y ആണ്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു y ആവും. അപ്പൊ y ബ്രാക്കറ്റിൽ ഈ ടേംസ് എല്ലാം മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. ഒന്നും കൂടി ഒന്ന് ഓർഡർ ചെയ്ത് എഴുതുന്നു മാത്രം അല്ലെ. മൈനസ് 2 സൈൻ 2x മുകളിലുണ്ട്, താഴെ കോസ് 2x ഉണ്ട്, അതേപോലെ എഴുതി. ദെൻ പിന്നെ പ്ലസ് അല്ല മൈനസ് അല്ലെ, മൈനസ് 3 ഉണ്ട്, സൈൻ 3x ഉണ്ട്, ഡിവൈഡഡ് ബൈ കോസ് 3x ഉണ്ട്. ഇനി y എന്താണ്, y എന്നുള്ളത് ക്വസ്റ്റ്യനിൽ നമ്മൾ എടുത്തിട്ടുണ്ട് y എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എക്സ് ഇൻറ്റു കോസ് 2x ഇൻറ്റു കോസ് 3x ആണ്. ഇനി ബ്രാക്കറ്റിൽ നോക്കി നോക്കും, സൈൻ എല്ലാറ്റിലും മൈനസ് ഉണ്ട്. അപ്പൊ മൈനസിനെ നമുക്ക് പുറത്തോട്ട് എടുക്കാം അല്ലെ. ഈക്വൽ ടു കുറച്ച് മാറ്റിയിടാം അല്ലെ. മൈനസ് ഇവിടെ ഉണ്ട്, മൈനസ് ആ പുറത്തോട്ട് എടുത്തു. പുറത്തോട്ട് എടുത്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പുറത്തോട്ട് എടുത്തു. എല്ലാറ്റും കോമൺ ആയ കാരണം പുറത്തോട്ട് എടുത്തു. ദെൻ സൈൻ എക്സ് ബൈ കോസ് എക്സ് നമുക്ക് ഡിവൈഡ് ചെയ്യാം. പലപ്പോഴും പലർക്കും സംശയമാണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ. നമ്മൾ നോക്കേണ്ട ഈ വേരിയബിൾ സെയിം ആണെന്നുള്ളതാണ്. ഇവിടെ സൈൻ്റെ വാരിയബിൾ എക്സ് ആണ്, ഇവിടെ സൈൻ്റെ വാരിയബിൾ എക്സ് ആണ്. സോ നമുക്ക് അതിനെ ടാൻ എക്സ് എന്ന്, സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആണല്ലോ, പ്ലസ് വേറെ മൈനസ് പുറത്തെടുത്തല്ലോ. അപ്പോൾ ഇവിടെയും 2 സൈൻ 2x കോസ് 2x ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കേണ്ടത്, സൈൻ 2x ആണ്. സൈൻ്റെ വാരിയബിൾ 2x ആണ്, കോസിന്റെ വാരിയബിൾ 2x, രണ്ടും സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ടാൻ 2x എന്ന് എഴുതാം, പ്ലസ് എന്ത് വരും, 3 അഗെയിൻ ടാൻ 3x എന്ന് വരും. അപ്പൊ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പേരൊന്നും തരാത്ത സ്ഥിതിക്ക് നമ്മൾ എടുക്കുന്നു ലെറ്റ് y. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ലെറ്റ് y ഈക്വൽ ടു റൂട്ട് ഓഫ്
റൂട്ട് ഓഫ് എന്തായിരുന്നു എക്സ് മൈനസ് 1 എക്സ് മൈനസ് 2 ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 എക്സ് മൈനസ് 4 എക്സ് മൈനസ് 5 ആണ് അല്ലെ. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ ചെയിൻ റൂളൊക്കെ അപ്ലൈ ചെയ്തിട്ടും ചെയ്യാം അല്ലെ. റൂട്ടിന്റെ ആദ്യം 1/2 റൂട്ട്, പിന്നെ അടുത്തതായിട്ട് അതിന്റെ ഉള്ളിൽ കോഷൻ റൂൾ ചെയ്യാം അല്ലെ. പിന്നെ കോഷൻ റൂൾ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് റൂൾ അതിന്റെ ഉള്ളിലായിട്ട് വരും. അപ്പോൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് ആൻഡ് ലെങ്തി ആണ്. ഏറ്റവും എളുപ്പം ഇത് ലോഗിന്റെ ഹെൽപ്പോട് കൂടി ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, നമുക്കറിയാം ഇത് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് റേസ് ടു 1/2 ആണ് അല്ലെ. റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് 3 എക്സ് മൈനസ് 4 എക്സ് മൈനസ് 5 റേസ് ടു എന്താണ് 1/2 ആണല്ലോ ഈ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് രണ്ട് സൈഡിൽ എന്ത് ചെയ്യാം, ലോഗ് എടുക്കാം. ഇവിടെ ലോഗ് y എടുക്കുന്നു. ഇവിടെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ലോഗ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോഗിന്റെ ഒരു പ്രോപ്പർട്ടി അറിയാം. ലോഗ് എക്സ് റേസ് ടു എൻ എന്താണ്, എൻ ലോഗ് എക്സ് ആണ് അല്ലെ. ലോഗ് എടുക്കുന്ന സമയത്ത് ഇവിടെ ലോഗ് ഈ ടേം റേസ് ടു 1/2 വരും. അപ്പൊ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഈ 1/2 എങ്ങോട്ട് വരും, 1/2 ലോഗ് എക്സ് മൈനസ് 1 എക്സ് മൈനസ് 2 എക്സ് മൈനസ് 3 എക്സ് മൈനസ് 4 എക്സ് മൈനസ് 5 എന്നാവും അല്ലെ. ആക്ച്വലി 1/2 ഇവിടെ ഉണ്ടായിരുന്നത്, ഇവിടെ അല്ല. പക്ഷെ ഈ ലോഗിന്റെ അല്ലെ, പിന്നെ ഈ ലോഗിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ 1/2 എന്താണ് ഇങ്ങോട്ട് വരും അല്ലെ. ഈ മുകളിൽ കിടക്കുന്ന 1/2 ഇങ്ങോട്ട് വരും. അങ്ങനെയാണ് ഈ ടേം കിട്ടിയത്. ഇനിയും ലോഗിന്റെ പ്രോപ്പർട്ടികൾ അപ്ലൈ ചെയ്യാലോ അല്ലെ. ലോഗിന്റെ ആകെ 3 പ്രോപ്പർട്ടികളേ ഉള്ളൂ. ലോഗ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. അതുപോലെ തന്നെ ലോഗ് എ ബൈ ബി എന്താണ്, ലോഗ് എ മൈനസ് ലോഗ് ബി ആണ്. അപ്പോൾ അതൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ 1/2 കോമൺ ആണ് അല്ലെ. ലോഗ് ആദ്യം നമുക്ക് എക്സ് മൈനസ് 1 എക്സ് മൈനസ് 2 മൈനസ് അല്ലെ ലോഗ് എ ബൈ ബി എന്നുള്ള ഫോം യൂസ് ചെയ്യാം. ഇതിനെ മുകളിൽ ടേം കിടക്കുന്നതിനെ മൊത്തം എ ആയിട്ടും താഴത്തേനെ മൊത്തം ബി ആയിട്ടും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ഇങ്ങനെ വരും അല്ലെ. അതായത് ലോഗ് ഓഫ് ഒരു റാഷണൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ലൈക്ക് ലോഗ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ലോഗ് ഓഫ് ഡിനോമിനേറ്റർ, അങ്ങനെ എഴുതാം. ഇനി വീണ്ടും നമുക്ക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം അല്ലെ. എന്ത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം, ലോഗ് എ ബി എന്നുള്ള ഈ രണ്ടാമത് കിടക്കുന്ന പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഇപ്പൊ ലോഗ് എക്സ് മൈനസ് 1 പ്ലസ് ലോഗ് എക്സ് മൈനസ് 2 ആവും മൈനസ് ലോഗ് എക്സ് മൈനസ് 3 പ്ലസ് ലോഗ് എക്സ് മൈനസ് 4 പ്ലസ് ലോഗ് എക്സ് മൈനസ് 5 എന്ന് വരും അല്ലെ. ഞാൻ ഈ ബ്രാക്കറ്റ് ഇടാൻ കാരണം ഈ മൈനസ് എന്ന് പറഞ്ഞ എല്ലാവർക്കും ഈക്വലി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം, ഇവിടെയൊക്കെ എന്താവും, ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് മൈനസ് വരും അല്ലെ. ഇവിടെയൊക്കെ എന്താവും, മൈനസ് ആവും. കാരണം പുറത്ത് നമുക്ക് മൈനസ് കോമൺ ആയിട്ടുണ്ട്. അത് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താവും, എല്ലാം മൈനസ് ആവും അല്ലെ. ഈ റൈറ്റ് സൈഡിൽ നമുക്ക് ലോഗ് വൈകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഈ എല്ലാ ടേമിനും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്ത് വരും, ആസ് യൂഷ്വൽ 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് വരും. ഇനി ഹിയർ 1/2 കോൺസ്റ്റന്റ് ആണ്, മാറ്റി നിർത്തി. ഇനി ലോഗ് എക്സ് മൈനസ് 1 1/x മൈനസ് 1 ആണ്. പിന്നെ എക്സ് മൈനസ് 1 ഇൻറ്റു ചെയ്യുന്ന സമയത്ത് 1 അല്ലേ വരിക, കാരണം എക്സിന്റെ 1ഉം മൈനസ് 1 0. ഇപ്പൊ ഇവിടെ അത്രേ വരുള്ളൂ അല്ലെ. പിന്നെ ഇവിടെ ആണെങ്കിൽ 1/x മൈനസ് 2 മാത്രമേ വരൂ. ഇൻറ്റു എക്സ് മൈനസ് 2 ചെയ്യുമ്പോൾ 1 ആണ് വരിക. നമ്മൾ എഴുതേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കറിയാം അല്ലെ. പിന്നെ അടുത്തത് മൈനസ് 1/x മൈനസ് 3 വരും. അടുത്തത് മൈനസ് 1/x മൈനസ് 4 വരും. അടുത്തത് 1/x മൈനസ് 5 വരും അല്ലെ. ഇനി ഡി വൈ ബൈ ഡി എക്സ് കിട്ടണമെങ്കിൽ ഈ y ഇവിടുന്ന് പോകണം. y ഡിവൈഡ് ബൈ അല്ല, അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്താവും, y/2 എന്നാവും അല്ലെ. അപ്പൊ y ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട് ഈ സ്റ്റെപ്പ് തന്നെ നമുക്ക് എഴുതാം. ഒരു അഡീഷണൽ സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. y ഇങ്ങോട്ട് വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ നോക്കുക. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, നമ്മുടെ അടുത്ത് അവർ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ 1/2 റൂട്ട് എക്സ് മൈനസ് 1 എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 3 എക്സ് മൈനസ് 4 എക്സ് മൈനസ് 5
അല്ലെ, y എഴുതി ഇൻറ്റു ഇവിടെ കിടക്കുന്ന അതേ ടേം തന്നെ 1/x - 1 പ്ലസ് 1/x - 2 ബൈ 1/x - 3 ബൈ 1/x - 4 മൈനസ് 1/x - 5 എന്ന് വരും. അല്ലെ, ഇതാണ് ഫൈനൽ ആൻസർ. ഇപ്പോൾ ഇത്രയും സിംപ്ലിഫൈഡ് ആയിട്ട് ആൻസർ നമ്മൾ മറ്റേ രീതിയിൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ ലോഗ് യൂസ് ചെയ്യുന്നതാണ് ഇത്തരം ക്വസ്റ്റ്യനുകളിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടാൻ എളുപ്പം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഞാൻ അതിനെ y എന്ന് എടുക്കുന്നു. ആദ്യം തന്നെ നമ്മൾ y എന്ന് എടുക്കുന്നു. log x raised to cos x ആണ്. log x raised to cos x ആണ്. ശ്രദ്ധിക്കണം, എക്സിന്റെ പവറിലല്ല, ലോഗ് മൊത്തത്തിലാണ്. log x ന്റെ ഹോൾ റേസ് ടു cos x ആണ്. അല്ലെ, നമുക്കറിയാം ഇപ്പൊ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആവുകയുള്ളൂ. അപ്പൊ ലോഗ് അപ്ലൈ ചെയ്ത് നോക്കാം. അല്ലെ, ലോഗ് y ക്യാൻ ബി എന്താണ്, ഈ സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യാം. ലോഗ് കോസ് ലോഗ് എടുക്കുന്നു. അല്ലെ, പിന്നെ ഇവിടെ ഫംഗ്ഷൻ log x raised to cos x ഉണ്ട്. അല്ലെ, ഇനി നമുക്കറിയാം ലോഗിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാലോ. ഏത് പ്രോപ്പർട്ടി? ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതുന്നില്ലെങ്കിലും തുടക്കത്തിൽ 1-2 ക്വസ്റ്റ്യൻ എഴുതാം. ലോഗ് എക്സ്, ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാമ്പോൾ ഇവിടെ കിടക്കുന്ന ഈ കോസ് എക്സ് എങ്ങോട്ട് വരും? കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് ആയിട്ട് മാറും. ഇവിടെ ലോഗ് വൈ ഉണ്ട്. അല്ലെ, ഇനി എന്ത് ചെയ്യാം? ഇനി ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സിംപ്ലിഫിക്കേഷൻ ഇനി പോസിബിൾ ആണോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തേ പറ്റൂ. അപ്പൊ ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ നമുക്കറിയാം 1/y ഇൻറ്റു dy/dx ആണ്. ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. കാരണം എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ഇതാ കിടക്കുന്നു, എക്സിലുള്ള ഫംഗ്ഷൻ ഒന്ന് വേറെ ഇത് കിടക്കുന്നു. അല്ലെ, അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എന്താണ് പ്രൊഡക്റ്റ് റൂൾ? dy/dx ഓഫ് uv ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇതാണ് പ്രൊഡക്റ്റ് റൂൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ കോസ് എക്സ് ഇൻറ്റു അടുത്തതിന്റെ ഡെറിവേറ്റീവ് log എക്സിന്റെ ഡെറിവേറ്റീവ് ആദ്യം ഈ ലോഗിന്റെ 1/log x, കാരണം ഇവിടെ വേരിയബിളിന്റെ സ്ഥാനത്ത് log x ആ കിടക്കണം. അപ്പൊ ലോഗിന്റെ 1/log x, പിന്നെ log എക്സിന്റെ വേണം, ഏതാണ്? 1/x. അല്ലെ, അപ്പൊ log എക്സിന്റെ ഡെറിവേറ്റീവ് കണ്ടു, പ്ലസ് ഇട്ടു, ദെൻ log x രണ്ടാമത്തെ ഫംഗ്ഷൻ അവിടെ എഴുതി, ഫസ്റ്റത്തെ ഡെറിവേറ്റീവ് കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ് എഴുതി. അല്ലെ, ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി നമുക്ക് വേണമെന്ന് ഓർഡർ ചെയ്ത് എഴുതാം. അല്ലെ, ഈ സ്റ്റെപ്പ് തന്നെ നമുക്ക് ആ വൈനെ അങ്ങോട്ട് കൊണ്ടാവും. dy/dx മാത്രമാക്കാം. ഈ ബൈ വൈ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഇൻറ്റു വൈ ആവും. ഇനി ഓർഡറിൽ എഴുതാം. മുകളിൽ കോസ് എക്സ് ഇൻറ്റു 1/1 ആണ്. ദാറ്റ് ഈസ് കോസ് എക്സ്. താഴെ എക്സ് ലോഗ് എക്സ്. ഇനി ഇവിടെ ആണെങ്കിലോ മൈനസ് സൈൻ ഉണ്ട്. അല്ലെ, സൈൻ എക്സ് ഉണ്ട്. അത് ആദ്യം എഴുതിയെന്ന് മാത്രം കേട്ടോ. ലോഗ് എക്സ് ഇങ്ങനെ എഴുതി. അല്ലെ, നമുക്ക് ഇത്രയല്ലേ എഴുതാനുള്ളൂ, വേറെ ഒന്നും അതിൽ ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് തന്നെയാണ്? ഇത് തന്നെയാണ്. ഇനി വൈയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ വൈയുടെ സ്ഥാനത്ത് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ട എന്താണോ അത് അവിടെ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് സ്റ്റെപ്പ് അഡീഷണൽ ആയിട്ട് എഴുതുന്നില്ല, ഇതിൽ തന്നെ എഴുതാണ്. dy/dx എന്ന് പറയുമ്പോൾ ഇവിടെ y ആണ്. വൈക്ക് പകരം ക്വസ്റ്റ്യനിൽ ഈ y കിടക്കുന്നുണ്ടല്ലോ, നമ്മൾ എടുത്ത y എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ. അപ്പൊ അതിനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് മാത്രം. log x raised to cos x എന്ന് എഴുതും. അപ്പൊ ഇതാണ് ഫൈനൽ ആൻസർ വരുന്നത്. മൂന്നാമത്തെ ഫൈനൽ ആൻസർ വരുന്നത് ഇതാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? x raised to x മൈനസ് 2 raised to sin x. 2 raised to sin x ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ നമ്മൾ പേര് തന്നിട്ടില്ല. സോ വി ക്യാൻ ടേക്ക് ദിസ് ആസ് ലെറ്റ് y ഈക്വൽ ടു x raised to x മൈനസ് 2 raised to sin x. പക്ഷെ ഇവിടെ രണ്ട് ടേം ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് dy/dx കാണാൻ കഴിയില്ല, കാരണം ഇതിൽ രണ്ടിലും ലോഗ് അപ്ലൈ ചെയ്യേണ്ടി വരും, രണ്ട് ടേമിൽ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി എളുപ്പത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ലെറ്റ് u ആയിട്ട് x raised to x ഉം v ആയിട്ട് 2 raised to sin x എടുക്കുന്നു. അല്ലെ, അപ്പൊ ഈ ടേം എന്തായിട്ട് മാറും? ഈ ടേം y ഈക്വൽ ടു u മൈനസ് v ആയിട്ട് മാറും. സോ dy/dx എന്തായിരിക്കും? dy/dx വിൽ ബി du/dx മൈനസ് dv/dt.
ഡി എക്സ് ആയിരിക്കും. അപ്പൊ ഇതിലോട്ട് വേണ്ട കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇനി യു എക്സ് റേസ് ടു എക്സ് ആകുമ്പോൾ ഇതിൽ നിന്ന് ഡി യു ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്കതിൽ ആദ്യം തന്നെ ലോഗിന്റെ രണ്ട് സൈഡ് ലോഗ് എടുക്കാം. ലോഗ് യു വിൽ ബി ലോഗ് എക്സ് റേസ് ടു എക്സ് ആയിരിക്കും. ദെൻ ലോഗ് യു വിൽ ബി എക്സ് ലോഗ് എക്സ് ആയിരിക്കും അല്ലെ. ലോഗിന്റെ പ്രോപ്പർട്ടി അറിയാലോ, ലോഗ് എക്സ് റേസ് ടു എന്ന് പറഞ്ഞാൽ എൻ ലോഗ് എക്സ് ആണ്. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ 1/u ഇൻറ്റു എന്ത് വരും, ഡി യു ബൈ ഡി എക്സ് വരും. ഇവിടെയാണെങ്കിലോ ഇവിടെ ഒരു ടേം എക്സിന്റെ ടേം, ഇവിടെ ഒരു എക്സിന്റെ ടേം. അപ്പൊ നമ്മൾ എന്ത് റൂൾ യൂസ് ചെയ്യണം, പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. എന്ത് ചെയ്യും, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സ് ഇൻറ്റു ഫസ്റ്റത്തെ ഡെറിവേറ്റീവ് എന്ത് വരും, ഇവിടെ ഈ എക്സും എക്സും ക്യാൻസൽ ചെയ്തിട്ട് 1 ആവും. 1 പ്ലസ് ലോഗ് എക്സ് ആവും. നമുക്ക് ഡി യു ബൈ ഡി എക്സ് എന്ത് വരും, ഇവിടെ 1/u ഡി യു ബൈ ഡി എക്സ് ആണ്. നമുക്ക് വേണ്ടത് ഡി യു ബൈ ഡി എക്സ് ആണ്. അപ്പോൾ യു ഇങ്ങോട്ട് പോവും അല്ലെ. 1/u ഇങ്ങോട്ട് വരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാവും 1 പ്ലസ് ലോഗ് എക്സ് ആവും. ഇനി ക്വസ്റ്റ്യൻ നോക്കി നോക്കുക, യു എന്താണ്, യു ഈസ് എക്സ് റേസ് ടു എക്സ് ആണ് നമ്മൾ യു ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി അല്ലെ. നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ വിയിലും ഇതേപോലെ ചെയ്യാം. വി എന്ത് ചെയ്യാം, രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യാം. സോ ലോഗ് വിൽ ബി ലോഗ് 2 റേസ് ടു സൈൻ എക്സ്. ദെൻ ഇല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് നമുക്ക് ചെയ്യും ചെയ്യാം കേട്ടോ. നമ്മളൊരു ഡെറിവേറ്റീവ് പഠിച്ചിട്ടുണ്ടല്ലോ, എ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നമുക്കറിയാം അല്ലെ. അതുവഴി അപ്ലൈ ചെയ്താൽ ലോഗിന്റെ ചെയ്യണം എന്നില്ല, കാരണം നമ്മൾ ഡയറക്റ്റ് തന്നെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഡി വൈ ഡി എക്സ് ഓഫ് എ റേസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പഠിച്ചിട്ടുണ്ട്, എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അതേ ഇത് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ എന്തായിരിക്കും, കാരണം ഇവിടെ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു കോൺസ്റ്റന്റ് സ്ഥാനം. അപ്പൊ ഡി വി ബൈ നമുക്ക് എന്ത് കിട്ടും, ഡി വി ബൈ ഡി എക്സ് ഡയറക്റ്റ് എഴുതാവുന്നേ ഉള്ളൂ, ലോഗിന്റെ ആവശ്യമില്ല അല്ലെ. എക്സിൽ ഒരു ഫംഗ്ഷൻ എ റേസ് ടു എക്സ് പറഞ്ഞാൽ എക്സ് മുകളിൽ ഒരു എക്സിലെ ഫംഗ്ഷൻ ആയിരിക്കണം, സൈൻ എക്സ് എക്സിലെ ഫംഗ്ഷൻ ആണ്. സോ എന്ത് വരും, 2 റേസ് ടു സൈൻ എക്സ് തന്നെ ആദ്യം എഴുതുക. ദെൻ ലോഗ് 2 വരും അല്ലെ. പിന്നെ എന്തുകൂടി വേണം, 2 റേസ് ടു സൈൻ എക്സിന്റെ ആണ് ഇപ്പൊ കണ്ടത്. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കൂടി വേണം അല്ലെ. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സിന്റെ കൂടി വേണം. അതായത് 2 റേസ് ടു സൈൻ എക്സിന്റെ കണ്ടു, ദെൻ സൈൻ എക്സിന്റെ കൂടി വേണം. അപ്പൊ എന്ത് വരും, 2 റേസ് ടു സൈൻ എക്സ് ലോഗ് 2 ഇൻറ്റു സൈൻ എക്സിന്റെ കോസ് എക്സ്. ഇതാണ് ഡി വി ബൈ ഡി എക്സ് വരും. അപ്പൊ നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഡി വൈ ബൈ ഡി എക്സ് അല്ലെ, ഡി വൈ ബൈ ഡി എക്സ് എന്താണ്, ഡി വൈ ബൈ ഡി എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റേസ് ടു എക്സ് 1 പ്ലസ് ലോഗ് എക്സും മൈനസ് ഡി വി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2 റേസ് ടു സൈൻ എക്സ് ലോഗ് 2 കോസ് എക്സ്. ഇതാണ് നാലാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിലൊന്നും സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല. അപ്പൊ ഇതാണ് ഫൈനൽ ആൻസർ. ഇനി അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ, അതുപോലെ തന്നെ എക്സ് പ്ലസ് 4 ഹോൾ ക്യൂബ്, എക്സ് പ്ലസ് 5 ഹോൾ റൈസ് ടു 4 ഹോൾ റൈസ് ടു 4. അപ്പൊ അതിനെ നമുക്ക് y എന്ന് എടുക്കാം. ഒരു പേരും തന്നില്ല, അപ്പൊ നമ്മൾ അതിനെ ലെറ്റ് y എന്ന് എടുക്കുന്നു. ഇനി ഇതിനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. എന്താണ്, ലോഗ് എടുത്താൽ മതി, ലോഗ് അപ്ലൈ ചെയ്യാം. രണ്ട് സൈഡിൽ ലോഗ് y. സോ ഇവിടെ എന്താവും, ലോഗ് എക്സ് പ്ലസ് 3 സ്ക്വയർ എക്സ് പ്ലസ് 4 ക്യൂബ് ഈ എക്സ് പ്ലസ് 4 റൈസ് ടു 4. ഇനി ലോഗിന്റെ പ്രോപ്പർട്ടി, ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി അല്ല. അപ്പൊ ഇതിന്റെ ഇടയിൽ എല്ലാം ഇൻറ്റു ആണ്. നമുക്ക് ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ലോഗ് എന്ത് കിട്ടും, എക്സ് പ്ലസ് 3 ക്യൂബ് പ്ലസ് ലോഗ് എക്സ് പ്ലസ് 4 ക്യൂബ് സ്ക്വയർ ആണ്. ഇവിടെ ലോഗ് എക്സ് പ്ലസ് 4 റൈസ് ടു 4 വരും. പ്രോപ്പർട്ടി ഏതാണ്, ലോഗ് എ ബി സി വിൽ ബി ലോഗ് എ പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി. ഇനി അടുത്തതോ വേറെ പ്രോപ്പർട്ടി ഉണ്ട്, എൻ ലോഗ് എക്സ് വിൽ ബി ലോഗ് എക്സ് റൈസ് ടു എൻ.
ഇതേ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും 2 log x plus 3 plus 3 log x plus 4 plus 4 log x plus 4 log y അല്ലെ. ഇനി നമുക്ക് ഡിഫറൻസിയേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? ലെഫ്റ്റ് സൈഡിൽ 1/y ഇൻറ്റു ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം, dy/dx. റൈറ്റ് സൈഡിലോ 2 കോൺസ്റ്റന്റ് ആണ്, ലോഗ് x പ്ലസ് 3യുടെ എന്താണ് 1/x പ്ലസ് 3 ആണ് വരുള്ളൂ അല്ലെ. പിന്നെ x പ്ലസ് 3യുടെ ഇൻറ്റു ഡെറിവേറ്റീവ് 1 ആണ്, ഇത് എഴുതണ്ട. 3 ഇൻറ്റു ഇവിടെ ആണെങ്കിൽ 1/x പ്ലസ് 4, ഇവിടെ ആണെങ്കിലോ 4 ഇൻറ്റു 1/x പ്ലസ് 4 അല്ലെ. ഇവിടെ x പ്ലസ് 5 ആണ് ക്വസ്റ്റ്യനിൽ, കറക്റ്റ് ചെയ്യണം. x പ്ലസ് 5 ആണ് ക്വസ്റ്റ്യനിൽ വരുന്നത്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ക്വസ്റ്റ്യനിൽ തന്നെ x പ്ലസ് 5 ആണ്, അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? dy/dx അല്ലെ, 1/y ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു y ആവും. ബ്രാക്കറ്റിൽ നമുക്ക് ഈ ടേംസ് ഒക്കെ എഴുതാം. 2 ഒന്നും കൂടി ഓർഡർ ചെയ്ത് എഴുതാം. 2/x പ്ലസ് 3 പ്ലസ് 3/x പ്ലസ് 4 പ്ലസ് 4/x പ്ലസ് 5 അല്ല. ഇനി y ക്വസ്റ്റ്യനിൽ എന്താണോ y അല്ലെ, നമ്മൾ എടുത്തിരിക്കുന്ന y എന്താണ് ക്വസ്റ്റ്യൻ തന്നെയാണ്. x പ്ലസ് 3 ഹോൾ സ്ക്വയർ, x പ്ലസ് 4 ക്യൂബ്, x പ്ലസ് 5 റേസ് ടു 4 ആണ്. അവിടെ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ബാക്കിയെല്ലാം അതേപോലെ തന്നെ 3/x പ്ലസ് 4 4/x പ്ലസ് 5. അപ്പൊ ഇതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തന്നെയാണ് അല്ലെ. x പ്ലസ് 1/x റൈസ് ടു x പ്ലസ് x റൈസ് ടു 1 പ്ലസ് 1/x. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം ഇതൊക്കെ ലോഗരിതം ഡിഫറൻസിയേഷൻ വെച്ചിട്ടാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പൊ ഇതിനൊരു പേര് അവർ തന്നിട്ടില്ല. ആസ് യൂഷ്വൽ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ ലെറ്റ് എന്ത് ചെയ്യാം, y എന്നെടുക്കാം അല്ലെ. പിന്നെ ഈ ടേമിലൊക്കെ ലോഗ് അപ്ലൈ ചെയ്യേണ്ട കാരണം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഇപ്പോൾ കഴിഞ്ഞ മുന്നത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ വി ക്യാൻ ടേക്ക് ദിസ് ആസ് u പ്ലസ് v, വേർ u എന്താണ്, u എന്തായിട്ട് എടുത്താൽ മതി, x പ്ലസ് 1/x റേസ് ടു x ഉം v യോ x റേസ് ടു 1 പ്ലസ് 1/x ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. കാരണം ഈ ടേം നമുക്ക് y ഈക്വൽ ടു dy/dx കാണാൻ എന്ത് ചെയ്താൽ മതി, du/dx ഉം dv/dx ഉം കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ ഇനി ഇതൊന്ന് du/dx ഉം dy/dx ഉം കണ്ടുപിടിക്കാം. du/dx എന്താ ചെയ്യാം, ലോഗ് അപ്ലൈ ചെയ്യാം. log u വിൽ ബി, ലോഗിന്റെ പ്രോപ്പർട്ടി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാണ്. അപ്പൊ ഈ x ഇങ്ങോട്ട് വരും, ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുന്നതാണ് 1/x അല്ലെ. ആക്ച്വലി log x പ്ലസ് 1/x റേസ് ടു x എന്നാ വരിക. ലോഗിന്റെ log x റേസ് ടു n log x ആയ കാരണം x ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് വന്നു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലെ. ലെഫ്റ്റ് സൈഡിൽ 1/u ഇൻറ്റു du/dx വരും. റൈറ്റ് സൈഡിൽ എന്താണ്, ഇതും എക്സിന്റെ ടേം ആണ്, ഇത് എക്സിന്റെ ടേം ആണ്. പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. എങ്ങനെ എഴുതാം, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് log x പ്ലസ് 1/x എന്താണ്, ഇറ്റ് ഈസ് 1/x പ്ലസ് 1/x ഇൻറ്റു, പിന്നെ ചെയിൻ റൂൾ പ്രകാരം x പ്ലസ് 1/xന്റെ വീണ്ടും എഴുതണം. x പ്ലസ് 1/xന്റെ എന്താ 1 അല്ലെ, മൈനസ് 1/xന്റെയോ 1/x സ്ക്വയർ ആണ്. ഇനി പ്ലസ് ലോഗ് x പ്ലസ് 1/x സെക്കൻഡ് ഫംഗ്ഷൻ എഴുതി, ഫസ്റ്റത്തെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 അല്ലെ. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റുമോ? ഇനി നമുക്ക് ഇനി സിംപ്ലിഫൈ ചെയ്യാം അല്ലെ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഓർഡർ ചെയ്യുകയൊക്കെ ചെയ്യാം. എങ്ങനെ വരും, അല്ലെ, എക്സ് ഡിവൈഡഡ് ബൈ താഴത്തെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1/x ആയിരിക്കും അല്ലെ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മൾട്ടിപ്ലൈ താഴെ ഡിവൈഡ് ചെയ്യുക. ഇനി ഇവിടെ ആണെങ്കിലോ എക്സ് സ്ക്വയർ മൈനസ് 1/x സ്ക്വയർ ആവും അല്ലെ. ഇവിടെ ലോഗ് x പ്ലസ് 1/x മാത്രം വരും. അപ്പൊ നോക്കാം,
ഇത് റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും, ഈ എക്സും അല്ലെ ഈ എക്സ് സ്ക്വയറിലെ ഒരു ടേമും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ. പിന്നെ ഇത് റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് ഇത് എങ്ങനെ വരും, ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എക്സും താഴെ എക്സ് സ്ക്വയർ പ്ലസ് 1 ആയിട്ട് വരും. അപ്പൊ ഈ എക്സും എക്സും വീണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ഫൈനൽ ആൻസർ എന്തായിരിക്കും, എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ആയിരിക്കും അല്ലെ. സംശയമുള്ളവർക്ക് അത് നോക്കിയാൽ മതി. ഈ താഴെ കിടക്കുന്ന എക്സ് ബൈ ഇത് മുകളിലോട്ട് പോകുമ്പോൾ എന്തായിരിക്കും, എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ആവും, റെസിപ്രോക്കൽ ആവും. പിന്നെ ഈ എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ ഇവിടുത്തെ ഒരു എക്സും തമ്മിൽ ഇത് ക്യാൻസൽ ചെയ്യാം അല്ലെ. ഇവിടെ ഒരു എക്സ് സ്ക്വയർ ആയിരുന്നു, ഈ എക്സ് സ്ക്വയറും തമ്മിൽ ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇങ്ങനെ വരും. ഇനി മറ്റു ടേം അതേപോലെ തന്നെ, ഇതിൽ മാറ്റങ്ങളൊന്നുമില്ല, ലോഗ് എക്സ് പ്ലസ് 1 ബൈ എക്സ് അതേപോലെ. ഇനി ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്, ഡി യു ബൈ ഡി എക്സ് ആണ്. അത് ഓർത്താൽ മതി, ഡി യു ബൈ ഡി എക്സ് ആണ് വേണ്ടത്. അപ്പോൾ വൈ ഇങ്ങോട്ട് വരും അല്ലെ, വൈ ഇങ്ങോട്ട് വരും. ആക്ച്വലി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എടുത്ത വൈ അല്ല യു അല്ലെ, യു ഇങ്ങോട്ട് വരും. 1 ബൈ യുലെ യു ഇങ്ങോട്ട് വരും. അപ്പോൾ ആ യു എന്താന്നുള്ളത് നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എന്താണ്, എക്സ് പ്ലസ് 1 ബൈ എക്സ് റൈസ് ടു എക്സ് ആണ്. എക്സ് പ്ലസ് 1 ബൈ എക്സ് റൈസ് ടു എക്സ് ആണ് അല്ല. അപ്പൊ ഇതാണ് ഒരു ഡെറിവേറ്റീവ് അല്ലെ. ഇനി ഇവിടെ വിയുടെ ഡെറിവേറ്റീവ് എന്താ നോക്കാം നമുക്ക്. വിയും ഇതേപോലെ തന്നെ, രണ്ടും നേരത്തെ ചെയ്ത പോലെ ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ എക്സും എക്സിലെ ഫംഗ്ഷൻ ആണ്, മുകളിൽ എക്സിലെ ഫംഗ്ഷൻ. അപ്പൊ ലോഗ് തന്നെ അപ്ലൈ ചെയ്യണം. ലോഗ് വി വിൽ ബി, ലോഗിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ എഴുതാണ്. എക്സ് 1 പ്ലസ് 1 ബൈ എക്സ് ഇങ്ങോട്ട് വരും, ലെഫ്റ്റ് സൈഡിലോട്ട് വരും, കാരണം ലോഗിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഇനി ഡെറിവേറ്റീവ് കാണുന്ന സമയത്ത് എന്ത് വരും, 1 ബൈ വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് വിൽ ബി, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലെ, രണ്ട് എക്സിലുള്ള ഫംഗ്ഷൻ ആണ്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. 1ന്റെ 0 ആണ്, 1 ബൈ എക്സിന്റെ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ആണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഡി വി ബൈ ഡി എക്സ്, വി ഞാൻ ഇങ്ങോട്ട് ഇപ്പൊ തന്നെ കൊണ്ടുവരികയാണ്. ബ്രാക്കറ്റിൽ ഈ ടേമുകളെല്ലാം വരും. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സ് പ്ലസ് 1 ബൈ എക്സ് ഇൻറ്റു 1 ബൈ എക്സ്, ഇവിടെ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു 1 പ്ലസ് എക്സും അല്ലെ, താഴെ എക്സും മൈനസ് 1 ബൈ മൈനസ് ലോഗ് എക്സ് ബൈ എക്സ് സ്ക്വയർ വരും അല്ലെ. ഇനി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റേസ് ടു 1 പ്ലസ് 1 ബൈ എക്സ് ആണ്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഓർഡർ ചെയ്ത് എഴുതാമെന്ന് മാത്രം. എക്സ് പ്ലസ് 1, രണ്ട് ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ അല്ലേ, അപ്പൊ ഒരുമിച്ച് ലോഗ് എക്സ് ബൈ എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അത് നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇനി ഈ രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമ്മുടെ ഫൈനൽ ആൻസർ. കാരണം നമുക്ക് ഡി യു ബൈ ഡി എക്സും കിട്ടി, ഡി വി ബൈ ഡി എക്സും കിട്ടി. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. അപ്പോ അല്ലെ, ഇതിന് നമുക്ക് 3 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ 1 എന്തായിട്ട് മാറും, 1 ഡി വൈ ബൈ ഡി എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിയാൽ മതി അല്ലെ. എക്സ് പ്ലസ് 1 ബൈ എക്സ് റേസ് ടു എക്സ് എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ലോഗ് എക്സ് പ്ലസ് 1 ബൈ എക്സ് അല്ലെ. രണ്ടാമത്തെയോ വി എന്ന് ഡി വി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സ് റേസ് ടു 1 പ്ലസ് 1 ബൈ എക്സ് എക്സ് പ്ലസ് 1 മൈനസ് ലോഗ് എക്സ് ബൈ എക്സ് സ്ക്വയർ. ഇതാണ് രണ്ടാമത്തെ ആൻസർ വരുന്നത്. വേണമെങ്കിൽ നമുക്ക് ഇനിയും സിംപ്ലിഫൈ ഒക്കെ ചെയ്യാം. അതായത് ഇപ്പൊ എക്സ് പ്ലസ് 1നെ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അത് എക്സ് അല്ലെ 1 ബൈ എക്സ് പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ ഒക്കെ ആവും. പക്ഷെ ഇങ്ങനെ എഴുതുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ എന്ത് തന്നെയാണ്, ഇങ്ങനെ എഴുതുന്നത് തന്നെയാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തന്നെയാണ്. ലോഗ് എക്സ് റേസ് ടു എക്സ് ആണ്, ലോഗ് എക്സ് ഹോൾ റേസ് ടു എക്സ് ആണ്.
പ്ലസ് എക്സ് റേസ് ടു ലോഗ് എക്സ്. ആസ് യൂഷ്വൽ നമുക്കൊരു നെയിം ഒന്നും തന്നിട്ടില്ല, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ് വൈ എന്നോ സെഡ് എന്നോ എങ്ങനെ വേണം കൊടുക്കാം. അതിന്റെ ഡെറിവേറ്റീവ് കാണാനാണ്. അപ്പോൾ അഗെയിൻ രണ്ട് ടേംസിൽ നമുക്ക് ലോഗ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം നോക്കിയാൽ തന്നെ അറിയാം, ഒന്ന് പവർ ലെക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് അങ്ങനത്തെ ടേംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ലോഗിന്റെ ഹെൽപ്പ് കൂടി തന്നെ ചെയ്യാൻ പറ്റും. നമുക്ക് സെപ്പറേറ്റ് ടേംസ് ആയിട്ട് കൊടുക്കാം അല്ലേ. നമ്മൾ ചെയ്ത പോലെ തന്നെ നമുക്ക് ലോഗ് ആദ്യത്തെ ടേമിന് നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ് യു എന്നുള്ളത് ലോഗ് എക്സ് റേസ് ടു എക്സ് ആയിട്ടും വി എന്നുള്ളത് എന്ത് ചെയ്യാം, എക്സ് റേസ് ടു ലോഗ് എക്സ് ആയിട്ടും എടുക്കാം. ഇപ്പോ ഇവിടെ നമുക്ക് നമ്മുടെ തന്നിരിക്കുന്ന നമ്മൾ എടുത്ത ലെറ്റ് വൈ എന്നുള്ളതിനെ എങ്ങനെ മാറ്റി എഴുതാം. അപ്പോൾ വൈ ക്യാൻ ബി റിട്ടൺ ആസ് യു പ്ലസ് വി എന്ന് വരും. അപ്പോൾ ഒബ്വിയസ്ലി ഡി വൈ ബൈ ഡി എക്സ് കാണാൻ എളുപ്പമായി. കാരണം എന്താണ്, ഡി യു ബൈ ഡി എക്സ് അല്ലെ, യുവിന്റെ ഡെറിവേറ്റീവ് ഡി ഡി എക്സും ഡി വി ബൈ ഡി എക്സും കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇതിനെ ഇക്വേഷൻ 1 കൊടുക്കാം. ഇനി ഡി വി ബൈ ഡി എക്സും ഡി വി ബൈ ഡി എക്സും കണ്ടുപിടിച്ച് അവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദെൻ എന്തായിരിക്കും ഡി യു ബൈ ഡി എക്സ്. അത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ലോഗ് കണ്ടുപിടിക്കണം. ലോഗ് യു വിൽ ബി എന്തായിരിക്കും, എക്സ് ലോഗ് എക്സ് ആയിരിക്കും. ഇതിന് കൺഫ്യൂഷൻ വരണ്ട. ആ എക്സ് എവിടുന്ന് വന്നു വെച്ചാൽ ലോഗിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡിൽ ലോഗ് എടുത്തു, അങ്ങനെയാണ് ആ ലോഗ് വന്നത്. അല്ലെങ്കിൽ ആ എക്സ് പവറിൽ നിന്ന് ഇങ്ങോട്ട് വന്നു ലെഫ്റ്റ് സൈഡിലോട്ട്. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും, 1/u ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് വരും അല്ലെ. ഇവിടെയാണെങ്കിലോ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്താ, ആദ്യം ലോഗിന്റെ ഡെറിവേറ്റീവ് 1 ലോഗ് എക്സ്, ദെൻ അഗെയിൻ ഈ ലോഗ് എക്സിന്റെ 1 എക്സ്, ദെൻ സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സ് റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് 1 കഴിഞ്ഞു അല്ലെ. അല്ലെ ഡി യു ബൈ ഡി എക്സ് ആണ്. ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് യുവിനെ കൊണ്ടുപോകാം. 1/u അവിടെ കിടക്കുന്നുണ്ട്, ആ യു ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും, യു ഇൻറ്റു ആയിട്ട് മാറും അല്ലെ. ഈ എക്സും ഈ എക്സും ക്യാൻസൽ ചെയ്യാം, 1 ലോഗ് എക്സ് ആവും. ഇവിടെ ആണെങ്കിലോ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ലോഗ് എക്സ് മാത്രമാണ്. ഇനി യു എന്താണോ നമ്മുടെ എടുത്തിരിക്കുന്ന ലോഗ് എക്സ് റേസ് ടു എക്സ് അല്ലേ, അതിനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ലോഗ് എക്സ് റേസ് ടു എക്സ് 1 ലോഗ് എക്സ് പ്ലസ് ലോഗ് ഓഫ് ലോഗ് എക്സ് അല്ലെ. അപ്പൊ ഡി യു ബൈ ഡി എക്സ് കിട്ടി. ഇനി എന്ത് വേണം, നമുക്ക് ഇവിടുന്ന് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാൻ നോക്കാം അല്ലെ. ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുമ്പോഴേക്ക് രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യാം. ലോഗ് വി വിൽ ബി എന്തായിരിക്കും, ലോഗ് ഓഫ് എക്സ് റേസ് ടു ലോഗ് എക്സ് ആയിരിക്കും, രണ്ട് സൈഡിൽ അപ്ലൈ ചെയ്യും. ഇനി ലോഗിന്റെ പ്രോപ്പർട്ടി പ്രകാരം ഈ ലോഗ് ഇങ്ങോട്ട് വരും, എക്സിന്റെ പവറിന്റെ കിടക്കുന്ന ലോഗ് എക്സ് ലെഫ്റ്റ് സൈഡിലോട്ട് വരും. സോ ലോഗ് വി ഈക്വൽ ടു ലോഗ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് ആയിരിക്കും അല്ലെ. ഈ പവറിലുള്ള ലോഗ് എക്സ് ലെഫ്റ്റ് സൈഡിലോട്ട് വരും. പ്രോപ്പർട്ടി ഏതാണ്, ലോഗ് എക്സ് റേസ് ടു എന്ന് പറഞ്ഞാൽ എൻ ലോഗ് എക്സ് ആണ്. ഇനി ഡെറിവേറ്റീവ് ചെയ്യാം അല്ലെ. ലോഗ് വിയുടെ 1/v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ആണ് അല്ലെ, ഈക്വൽ ടു ഡി വി ബൈ ഡി എക്സ് ചെയ്യേണ്ടി വരില്ലേ, കാരണം വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിലുള്ള ഫംഗ്ഷൻ ആണ്. അപ്പോൾ വി ബൈ ഡി എക്സ് വരും. ഇവിടെ ആണെങ്കിലോ പ്രൊഡക്റ്റ് റൂള് അല്ലെ, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നില്ല, ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതിയാൽ മതി അല്ലെ. ലോഗ് എക്സ് ഇവിടെ തന്നെ അങ്ങനെ മാറ്റം വരുത്തിയ ലോഗ് എക്സ് ഹോൾ സ്ക്വയർ എന്നാക്കിയാൽ പോരെ, ഇതിന് പ്രശ്നമില്ലല്ലോ. ലോഗ് എക്സിന്റെ ലോഗ് ഹോൾ സ്ക്വയർ അല്ലേ. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 2 ലോഗ് എക്സ്, ഈ ലോഗ് എക്സിന്റെ ആണ് 1/x. ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് വരും, ഡി വി ബൈ ഡി എക്സ്, വി അങ്ങോട്ട് പോകുന്നു, എന്താ വരിക, 2 ലോഗ് എക്സ് ബൈ എക്സ് എന്നായിട്ട് മാറും അല്ലെ. ഇനി ബി എന്താണ്, വി നമ്മൾ എടുത്തിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. വി എന്ന് പറയുന്നത് എന്താണ്, എക്സ് റേസ് ടു ലോഗ് എക്സ് ആണ്, എക്സ് റേസ് ടു ലോഗ് എക്സ് ആണ് ഇൻറ്റു 2 ലോഗ് എക്സ് ബൈ എക്സ് ആണ് അല്ലെ. അപ്പൊ അതായി എന്ത്, ഇതിനെ 2 എന്നും ഇതിനെ 3 എന്നും കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പമായി. ഇനി അപ്പൊ 1 എന്തായിട്ട് മാറും, 1 ഇംപ്ലൈസ് 1 ഡി വി ബൈ ഡി എക്സ് എന്ന് പറയുന്നത്, ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇക്വേഷൻ നമ്പർ 2 log x raised to x 1 by log x plus log of log x then dv by dx of x raised to log x to log x by x അല്ലേ? ആണ് ഫൈനൽ ആൻസർ. dv by dx വരുന്നത് ഇങ്ങനെയാണ്. അത് നമുക്ക് കൂടുതൽ സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? സൈൻ എക്സ് റൈസ് ടു എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സ് അല്ലെ, പേര് തന്നിട്ടില്ല. സോ ആസ് യൂഷ്വൽ ലെറ്റ് വൈ ഈക്വൽ ടു എടുക്കുന്നു. ഇവിടെ രണ്ട് ടേംസ് വരുന്നുണ്ട് അല്ലെ. രണ്ടാമത്തെ ടേംസിന്റെ ഡെറിവേറ്റീവ് കാണാനായിട്ട് നമുക്ക് ലോഗിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഫസ്റ്റ് ടേമിൽ ഒരു എക്സിന്റെ അല്ലെ, ഒരു ഫംഗ്ഷൻ എക്സിന്റെ പവറിൽ വീണ്ടും ഫംഗ്ഷൻ എക്സ് ആണ് കിടക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് ലോഗിന്റെ ഹെൽപ്പ് വേണ്ടി വരും ഈസി ആയിട്ട് ചെയ്യാം. സോ നമുക്ക് ഇതിനെ ഒരു യു പ്ലസ് വി എന്ന് കൊടുക്കാം അല്ലെ. വേറെ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എക്സ് റൈസ് ടു എക്സും വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് റൂട്ട് എക്സും. നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവും ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഡി യു ബൈ ഡി എക്സും വേണം, അതുപോലെ തന്നെ ഡി വി ബൈ ഡി എക്സും വേണം. നമുക്കതൊന്ന് ചെയ്യാം. ഡി യു ബൈ ഡി എക്സ് കാണാൻ ലോഗ് എടുക്കാം. ലോഗ് യു വിൽ ബി എന്തായിരിക്കും? ലോഗ് സൈൻ എക്സ് റൈസ് ടു എക്സ് ആയിരിക്കും. ഇനി എവിടെയാണെങ്കിലോ എക്സ് ലോഗിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു അല്ലെ. പ്രോപ്പർട്ടി ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ എല്ലാ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ ലോഗ് യു വരും. ഇനി എന്ത് ചെയ്യാം? സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇവിടെയാണെങ്കിൽ 1 by u ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് വരും. ഇവിടെയാണെങ്കിൽ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം അല്ലെ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ലോഗിന്റെ 1 by സൈൻ എക്സ്, ദെൻ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് പ്ലസ് ഇത് വരും സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് സൈൻ എക്സ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷന്റെ എക്സിന്റെ ഡെറിവേറ്റീവ് 1 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? കോസ് ബൈ സൈൻ ടാൻ അല്ലേ, അപ്പൊ കോട്ട് അല്ലേ. അപ്പൊ എന്ത് വരും? എക്സ് കോട്ട് എക്സ് പ്ലസ് ലോഗ് സൈൻ എക്സ് എഴുതാം അല്ലെ. അപ്പോ ഡി യു ബൈ ഡി എക്സ് എന്ത് വരും? യു അങ്ങോട്ട് പോകും അല്ലെ. യു ഇൻറ്റു ഈ ടേം വരും, എഴുതുന്നില്ല. ഇനി യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോഗ് സൈൻ എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു ഈ ടേം എക്സ് കോട്ട് എക്സ് പ്ലസ് ലോഗ് സൈൻ എക്സ് എന്ന് വരും അല്ലെ. കാരണം ഡി യു ബൈ ഡി എക്സ്. അപ്പൊ നമുക്ക് ഡി യു ബൈ ഡി എക്സ് ഇവിടെ കൊടുത്തു കൊടുക്കാം അല്ലെ. ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോഗ് സൈൻ എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു എക്സ് കോട്ട് എക്സ് പ്ലസ് ലോഗ് സൈൻ എക്സ് ആയി അല്ലെ. പ്ലസ് എന്ത് വേണം? ഡി വി ബൈ ഡി എക്സ് വേണം അല്ലെ. വി ഇതാണ്. വി ഇതാണെങ്കിൽ ഡി വി ബൈ ഡി എക്സ് എന്തായിരിക്കും വരിക അല്ലെ. നമുക്ക് ഇവിടെ ചെയ്യാം. ഡി വി ബൈ ഡി എക്സ് എന്ത് വരും? ഡി വി ബൈ ഡി എക്സ് നമുക്ക് ലോഗ് അപ്ലൈ ആവശ്യമുണ്ടോ? ഒന്നും ആവശ്യമില്ല. കാരണം എന്താ? സൈൻ ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം അല്ലെ. എന്താണ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ്? സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്താണ്? 1 by റൂട്ട് ഓഫ് എന്തായിരുന്നു? 1 മൈനസ് എക്സ് സ്ക്വയർ ആണ് അല്ലെ. 1 മൈനസ് എക്സ് സ്ക്വയർ ആണ് ഡെറിവേറ്റീവ്. ഇവിടെയാണെങ്കിലോ എന്ത് വരും? 1 by റൂട്ട് ഓഫ് 1 മൈനസ് എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ റൂട്ട് എക്സ്. അപ്പൊ റൂട്ട് എക്സ് സ്ക്വയർ. ഇവിടെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം, കാരണം റൂട്ട് എക്സ് ആണല്ലോ വന്നിരിക്കുന്നത്. റൂട്ട് അല്ലെ, സൈൻ ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് കണ്ടു. ഈ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1 by 2 റൂട്ട് എക്സ് ആണ് അല്ലെ. അതുകൊണ്ട് സിംപ്ലിഫൈ എന്ത് വരും? 1 by റൂട്ട് 1 മൈനസ് റൂട്ട് എക്സിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് സ്ക്വയർ ക്യാൻസൽ ചെയ്തിട്ട് 1 മൈനസ് എക്സ് ആവും. ഇവിടെയാണെങ്കിൽ 1 by 2 റൂട്ട് എക്സ് വരും അല്ലെ. ഇത്ര നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനിയോ വേണമെങ്കിൽ ആ എക്സ് അല്ലെ, റൂട്ട് 1 മൈനസ് എക്സും റൂട്ട് എക്സും നമ്മൾ ഒരുമിച്ച് എഴുതാമെന്ന് മാത്രം. 1 by എന്താണ്? 2 റൂട്ട് എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് എഴുതാം, രണ്ടിനും റൂട്ടുള്ള സ്ഥിതിക്ക് അല്ലെ. അപ്പൊ അത് 1 by 2 റൂട്ട് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ആയിട്ട് മാറും
അല്ലെ? അത് ഇവിടെ കൊടുത്തു കൊടുത്ത് എന്തായി ഡെറിവേറ്റീവ് ആയി 1/2 റൂട്ട് എക്സ് മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ നമ്മുടെ ഡെറിവേറ്റീവ് എന്തായി? കംപ്ലീറ്റ് ആയി അല്ലെ? ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്, അതായത് എന്താണ് യു എന്ന് പറഞ്ഞ സൈൻ എക്സ് റേസ് ടു എക്സ് ആണ് കേട്ടോ. ഇവിടെ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ടിനോടത്ത് മാത്രം യു എന്ന് പറയുന്നത് സൈൻ എക്സ് റേസ് ടു എക്സ് അല്ലേ? സൈൻ എക്സ് റേസ് ടു എക്സ് ആണ്. ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ വരുന്നത്. y ഈക്വൽ ടു എടുക്കാം. ലെറ്റ് y ഈക്വൽ ടു എന്താണ് എക്സ് റേസ് ടു സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് റേസ് ടു കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് റേസ് ടു കോസ് എക്സ്. നമ്മള് ക്വസ്റ്റ്യൻസ് എല്ലാം ഫസ്റ്റ് സ്ലൈഡിൽ ആദ്യ ഭാഗത്തായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളവിടെ ക്വസ്റ്റ്യൻ സംശയം ഉണ്ടെങ്കിൽ അവിടെ നോക്കിയാൽ മതി. ദെൻ ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? y can be written as u plus v അല്ലെ? വേർ നമുക്ക് രണ്ടും എന്ത് ചെയ്താൽ മതി? dy by dx കാണുന്ന സമയത്ത് du by dx ഉം അതുപോലെ തന്നെ dv by dx കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. dy by dx പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് എക്സ് റേസ് ടു സൈൻ എക്സ് ആണ്. അപ്പോൾ ലോഗ് കൊടുത്താൽ എന്ത് വരും? ലോഗ് യു വിൽ ബി സൈൻ എക്സ് ലോഗ് എക്സ് ആയിട്ട് മാറും. ഞാൻ ലോഗ് എക്സ് റേസ് ടു സൈൻ എക്സ് എന്ന് എഴുതുന്നതിന് പകരം ഒരു സ്റ്റെപ്പ് അഡ്വാൻസ് ചെയ്ത് എഴുതിയെന്ന് മാത്രം. ലോഗിന്റെ പ്രോപ്പർട്ടി കൂടി അപ്ലൈ ചെയ്തു. സൈൻ എക്സ് ഇങ്ങോട്ട് വരും, ലെഫ്റ്റ് സൈഡിലോട്ട് വരും. ദെൻ ഇതിന്റെ ഡെറിവേറ്റീവ് കാണാൻ എന്ത് യൂസ് ചെയ്യണം? ഇനി ഡെറിവേറ്റീവ് ആണ് അല്ലെ? 1/u ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു ഇവിടെ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലെ? അപ്പൊ ഡി യു ബൈ ഡി എക്സ് എന്ത് വരും? യു ഇൻറ്റു സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു കോസ് എക്സ് വരും അല്ലെ? അപ്പൊ നമുക്ക് എന്തായി? ഡി യു ബൈ ഡി എക്സ് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ഡി വി ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം അല്ലെ? എന്ത് ചെയ്യാം? ബി എന്താണ്? ബിയുടെ സ്ഥാനത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് സൈൻ എക്സ് റേസ് ടു കോസ് എക്സ് ആണ്. ലോഗ് റേസ് ടു കോസ് എക്സ് ഉള്ള സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സൈഡിൽ ലോഗ് എടുക്കാം. ലോഗ് എന്തായിരിക്കും? ഇവിടെയും ലോഗ് സൈൻ എക്സ് റേസ് ടു കോസ് എക്സ് ആവും അല്ലെ? അപ്പൊ കോസ് ഓൾറെഡി എന്തായിരിക്കും? കോസ് എക്സ് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് വരും. ലോഗിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് വരും അല്ലെ? ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഡി വി ബൈ ഡി എക്സ് കിട്ടണമെങ്കിൽ രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ 1/v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് വരും. റൈറ്റ് സൈഡ് ആണെങ്കിലോ പ്രൊഡക്റ്റ് റൂൾ അല്ലെ? കോസ് എക്സ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ലോഗിന്റെ 1/sin എക്സ് ഇൻറ്റു സൈൻ എക്സിന്റെ കോസ് എക്സ് പ്ലസ് പിന്നെ എന്ത് വരും? സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് സൈൻ എക്സ് അതേപോലെ എഴുതി ഫസ്റ്റ് ഫംഗ്ഷൻ എന്ത് വരും? മൈനസ് സൈൻ എക്സ് വരും അല്ലെ? സോ ഡി വി ബൈ ഡി എക്സ് എന്തായിട്ട് മാറും? വി അങ്ങോട്ട് പോകും അല്ലെ? അപ്പൊ വി ഇൻറ്റു ആയിരിക്കും. ഡിവൈഡ് ബൈ വി ആയി കാരണം അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു വി ആവും. ദെൻ ഇവിടെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് എക്സ് ഉണ്ട്, ഒരു 1/sin എക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു കോസ് എക്സ് കിടക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? കോസ് ബൈ സൈൻ ഏതെങ്കിലും ഒരു കോസ് ബൈ സൈൻ നമുക്ക് കോട്ട് എന്ന് എഴുതാം. കോട്ട് എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ് എന്ന് എഴുതാം അല്ലെ? നമ്മുടെ രണ്ട് ഡി വി ബൈ ഡി എക്സും കിട്ടി, ഡി യു ബൈ ഡി എക്സും കിട്ടി. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും നമ്മൾ ഇവിടെ ആൻസറിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി. എന്താണ്? ഡി യു ബൈ ഡി എക്സ് നമുക്ക് ആവശ്യമുള്ള ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും. തിരിച്ചു കൊടുക്കുന്ന സമയത്ത് യു എം ബി റീപ്ലേസ് ചെയ്യണം. ഞാൻ അവിടെ എഴുതുമ്പോൾ അത് റീപ്ലേസ് ചെയ്യാൻ റിപ്പീറ്റേഷൻ ആവുന്നതുകൊണ്ട് എഴുതിയിട്ടില്ല. എന്തായിരിക്കും? ഇതാണ് നമ്മുടെ ഡി വൈ ബൈ ഡി എക്സ് അല്ലെ? ഡി വി ബൈ ഡി എക്സ് ഇവിടെ ഉണ്ട്. രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. യുവിന്റെ സ്ഥാനത്ത് നമ്മൾ യു എന്താണോ പറഞ്ഞിരുന്നത് എക്സ് റേസ് ടു സൈൻ എക്സ് അല്ലേ? ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എക്സ് യു ഇൻറ്റു യുക്ക് വരെ ഞാൻ കൊടുത്തു പ്ലസ് ലോഗ് എക്സ് കോസ് എക്സ് വരും. ദെൻ ഡി വി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഇൻറ്റു വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു?
sin x raised to cos x, then cot x into cos x minus sin x into log sin x. ഇതാണ് 9ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ് റൈസ് ടു എക്സ് കോസ് എക്സ്. എക്സ് റൈസ് ടു എക്സ് കോസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് 1. പേര് തന്നിട്ടില്ല. നമ്മൾ ചെയ്യുന്നത് എന്താണ്? ലെറ്റ് വൈ ഈക്വൽ പേര് കൊടുക്കുന്നു അല്ലെ. വൈ തന്നെ പേര് കൊടുക്കുമ്പോൾ സെറ്റോ അല്ലെ ടിയോ എഫ് ഓഫ് എക്സോ എങ്ങനെ വേണം കൊടുക്കാം. നമ്മൾ വൈ കൊടുത്തു. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ടേമിന് പവറിൽ കിടക്കുന്നുണ്ട്, അപ്പോൾ ഇവിടെ ലോഗ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 ടേം ആയിട്ട് കൊടുക്കാം. യു പ്ലസ് വി എന്ന് കൊടുക്കാം. ഡി വൈ ബൈ ഡി എക്സ് എന്തായിട്ട് മാറും? കണ്ടുപിടിക്കാനായിട്ട് ഡി യു ബൈ ഡി എക്സ് ഡെറിവേറ്റീവ് കൊടുന്ന് കൊടുത്താൽ മതി. അതുപോലെ ഡി യു ബൈ ഡി എക്സും കൊടുന്ന് കൊടുത്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? എക്സ് റൈസ് ടു എക്സ് കോസ് എക്സ് ആണ്. സോ നമുക്ക് രണ്ട് സൈഡിൽ ലോഗ് എടുക്കുന്ന സമയത്ത് എന്ത് വരും? ലോഗ് യു വിൽ ബി ലോഗ് എക്സ് റൈസ് ടു എക്സ് കോസ് എക്സ് ആയിരിക്കും. സോ ലോഗിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? പവറിലുള്ള എക്സ് കോസ് എക്സ് ലെഫ്റ്റ് സൈഡിലോട്ട് വരും, പിന്നെ ലോഗ് എക്സ് വരും അല്ലെ. പവറിൽ കിടക്കുന്ന ഈ എക്സ് ലോഗ് എക്സ് ലെഫ്റ്റ് സൈഡിലോട്ട് വരും, എൻ ലോഗ് എക്സ് ആയിട്ട് മാറും. ഇനി ഇവിടെ എന്ത് വരും? ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും? ലോഗ് യുന്റെ 1 ബൈ യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് വരും. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ 3 ടേം ഉണ്ട്. 1, 2, 3. നമ്മൾ പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടേമിന് മാത്രമൊന്നല്ല, നമുക്ക് എന്ത് ചെയ്യാം? 3 ടേമിന് അപ്ലൈ ചെയ്യാം. എങ്ങനെ ചെയ്യാം അല്ലെ? അറ്റ് എ ടൈം എന്ത് ചെയ്താൽ മതി? ഒരു ടേമിന്റെ മാത്രം ഡെറിവേറ്റീവ് ചെയ്യാന്നുള്ളതാണ് പ്രൊഡക്റ്റ് റൂൾ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ അതേപോലെ എഴുതി, തേർഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് എഴുതി, പ്ലസ് ഇനി എന്ത് ചെയ്തു? ഞാൻ ഫസ്റ്റ് എത്തിയും ലാസ്റ്റ് എത്തിയും ഫംഗ്ഷൻ അവിടെ നിർത്തി. രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സിന്റെ എന്താ? മൈനസ് സൈൻ എക്സ് ആണ്. ഇനി ഏതാ ബാക്കിയുള്ളതെന്ന് ആലോചിച്ചാൽ മതി. ലാസ്റ്റത്തിന്റെ ഡെറിവേറ്റീവ് ഞാൻ കണ്ടു, സെക്കൻഡ് ഡെറിവേറ്റീവ് ഞാൻ കണ്ടു. ഇനി വേണ്ട എന്താണ്? ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ സെക്കൻഡ് ടേമും ലാസ്റ്റ് ടേമും അതേപോലെ എഴുതി, ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആയി. അവിടെ കംപ്ലീറ്റ് ആയി. ഇനി നേരത്തെ പോലെ തന്നെ ഡി യു ബൈ ഡി എക്സ് മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ യു റൈറ്റ് സൈഡിലോട്ട് പോകും അല്ലെ. അപ്പോ ഇവിടെ എന്താവും? ഈ എക്സും എക്സും ക്യാൻസൽ ചെയ്യാം. ഫസ്റ്റ് ടേം എന്തായിട്ട് മാറും? കോസ് എക്സ് മാത്രമായിട്ട് മാറും. രണ്ടാമത്തെ ടേം എന്താണ്? എക്സ് ലോഗ് എക്സ് അല്ലെ, പിന്നെന്താണ്? ഇൻറ്റു സൈൻ എക്സ്. ആ മൈനസ് ഞാൻ ഇവിടെ പ്ലസിന്റെ അവിടെ മൈനസ് ആയിട്ട് എഴുതി. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ പ്ലസ് കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് അല്ലെ. ഇത്ര സിമ്പിൾ ആയിട്ട് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? യുവിന്റെ സ്ഥാനത്ത് നമുക്ക് യു എന്ന് എഴുതുന്നതിന് പകരം യുവിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? ഇവിടെ തന്നെ എഴുതിയാൽ മതി. ഒരു സ്റ്റെപ്പ് അഡീഷണൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഈ യു ഇവിടെ വരും എന്നുള്ളത് മനസ്സിലാക്കി, ആ യു എന്താണോ എക്സ് റൈസ് ടു എക്സ് കോസ് എക്സ് ആണ്, അത് കൊടുത്താൽ മതി അല്ലെ. ഒരു ഡെറിവേറ്റീവ് നമുക്ക് അവിടെ കിട്ടി. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഈ രണ്ടാമത് നമ്മൾ വി ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ്? വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പോ ഇതിനെ ചെയ്യാനായിട്ട് നമുക്ക് ലോഗിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണമെന്നൊന്നും ഇല്ല അല്ലെ. നമുക്ക് എന്താണ്? കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്താലും മതി. ലോഗിന്റെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. വേണ്ട, നമ്മൾ കോഷ്യൻ റൂൾ ആണ് ഈസി എന്ന് തോന്നുന്നു അല്ലെ. ഇനി എക്സ് കോഷ്യൻ റൂൾ എന്താണ്? ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ്, അതായത് 2x എക്സ് സ്ക്വയർ പ്ലസ് ഡെറിവേറ്റീവ് 2x മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് 2x ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയർ അല്ലെ. ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. അപ്പൊ പുറത്ത് എന്ത് വരും? 2x മൾട്ടിപ്ലൈ എന്ത് വരും? 2x ക്യൂബ് മൈനസ് 2x മൈനസ് 2x അഗൈൻ ക്യൂബ് മൈനസ് 2x വരും അല്ലെ. ഞാൻ ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കിയതാണ്. ഹോൾ ഡിവൈഡ് ബൈ എന്നുണ്ട്? എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പൊ എന്തായിരിക്കും? ഇതും മൈനസ് 2x ക്യൂബും പ്ലസ് 2x ക്യൂബും ക്യാൻസൽ ചെയ്യാം. മൈനസ്
4x മൈനസ് 2x മൈനസ് 6 മൈനസ് 4x ആവും ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയർ വരും. ഇതാണ് ഇത് മൂന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് കൊടുക്കുക, അതായത് ഡി വി ബൈ ഡി എക്സ്. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ ഡി വൈ ബൈ ഡി എക്സ് എന്ത് വരും? ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് വരും? ഡി യു ബൈ ഡി എക്സ് ആദ്യം അല്ലെ, എക്സ് റേസ് ടു എക്സ് കോസ് എക്സ്. രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിയാൽ അറിയാം, അത് ഇവിടെ കൊടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് മാത്രം. കോസ് എക്സ് മൈനസ് എക്സ് ലോഗ് എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ മൈനസ് ആണ് അല്ലെ, മൈനസ് ആ മൈനസ് വരുമ്പോൾ പ്ലസ് എന്തായിട്ട് മാറും? മൈനസ് 4x ബൈ എക്സ് സ്ക്വയർ മൈനസ് 1 ഹോൾ സ്ക്വയർ ആയിട്ട് മാറും. ഇതാണ് 10ാമത്തെ ആൻസർ. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് ആസ് യൂഷ്വൽ y എന്ന് എടുക്കാം. ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ടേം ഇതായിരുന്നു, എക്സ് കോസ് എക്സ് റേസ് ടു എക്സ്, എക്സ് കോസ് എക്സ് റേസ് ടു എക്സ് പ്ലസ് എക്സ് സൈൻ എക്സ് റേസ് ടു 1 ബൈ എക്സ് അല്ലെ. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളെ പ്രൊഡക്റ്റിലോ കോസ്റ്റിലോ ഒന്നും വെച്ച് ചെയ്യാൻ പറ്റില്ല. എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷന്റെ പവറിൽ വീണ്ടും എക്സിൽ ഒരു ടേം വരുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ എക്സിലുള്ള ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ലോഗിന്റെ സപ്പോർട്ട് കൂടി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം അല്ലെ. അപ്പൊ എങ്ങനെ? നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് യു ആയിട്ടും വി ആയിട്ടും കൊടുക്കാം. സോ ഡി വൈ ബൈ ഡി എക്സ് ആണ് അല്ലെ, വൈ എടുത്ത സ്ഥിതിക്ക് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഡി യു ബൈ ഡി എക്സ് കണ്ടുപിടിച്ച് അതേപോലെ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക സെപ്പറേറ്റ്, എന്നിട്ട് ഇതവിടെ കൊണ്ടു കൊടുത്താൽ മതി അല്ലെ. വേറെ യു വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇതിവിടെ മെൻഷൻ ചെയ്യണം, ഇവിടെ ചെയ്യുന്നതുകൊണ്ട് വീണ്ടും എഴുതുന്നില്ല എന്ന് മാത്രം. അപ്പോൾ വേറെ യു എന്തായിരുന്നു? യു എന്ന് പറയുന്നത് എക്സ് കോസ് എക്സ് റേസ് ടു എക്സ് ആണ് അല്ലെ. അപ്പോ നമുക്കറിയാം ലോഗ് എടുക്കാം, ലോഗ് യു വരും, ലോഗ് റൈറ്റ് സൈഡിലും എടുക്കാം. റൈറ്റ് സൈഡിൽ എടുക്കുന്ന സമയത്ത് ഈ പവറിലുള്ള എക്സ് ലെഫ്റ്റ് സൈഡിലോട്ട് വരും, ലോഗ് എക്സ് കോസ് എക്സ് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യേണ്ടി വരും അല്ലെ. 1 ബൈ യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും? എക്സ് ഇൻറ്റു ഇവിടുത്തെ ഡെറിവേറ്റീവ് എന്താണ്? 1 ബൈ എക്സ് കോസ് എക്സ് അല്ലെ. ലോഗിന്റെ 1 ബൈ എക്സ് കോസ് എക്സ് എഴുതി. ഇനി എക്സ് കോസ് എക്സിന്റെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് പ്രൊഡക്റ്റ് റൂൾ വേണം അല്ലെ. എക്സ് ഇൻറ്റു കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഇൻറ്റു എക്സിന്റെ എന്ന് പറഞ്ഞാൽ 1. ഇനി അടുത്ത എങ്ങനെയാണ്? ലോഗ് അല്ലെ, സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് കോസ് എക്സ് സൈൻ എക്സ് എഴുതി ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1. അത് എഴുതുന്നില്ല, ഇൻറ്റു 1 ആണ് അല്ലെ. വേണമെങ്കിൽ എഴുതാം, ഇൻറ്റു 1 എന്ന് വരും. അപ്പോ ഡി യു ബൈ ഡി എക്സ് എന്തായിരിക്കും? യു അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു യു ആവും അല്ലെ. ആ യു എന്തായിരുന്നു? ഇവിടെ യു എന്ന് വരും. ആ യു എന്തായിരുന്നു? ഇപ്പൊ തന്നെ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകാം. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എടുത്ത യു അവിടെ കൊടുത്താൽ മതി. എന്തായിരിക്കും? എക്സ് കോസ് എക്സ് റേസ് ടു എക്സ് ആണ് നമ്മുടെ യു അല്ലെ. അതവിടെ ടേമിൽ എഴുതുന്നു. ഇവിടെ ഈ എക്സും എക്സും ക്യാൻസൽ ആയിട്ട് പോകും. എന്ത് വരും? 1 ബൈ കോസ് എക്സ് ഇൻറ്റു മൈനസ് എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് അല്ലെ ഇൻറ്റു പ്ലസ് ലോഗ് എക്സ് കോസ് എക്സ് എന്ന് വരും. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. കാരണം 1 ബൈ കോസ് എക്സിനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് മാറും? എക്സ് കോസ് എക്സ് റേസ് ടു എക്സ് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? കോസ് എക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ മൈനസ് എക്സ് സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് ആയിട്ട് മാറും. ഇവിടെ ആണെങ്കിലോ കോസ് എക്സ് ബൈ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആവും. പ്ലസ് എന്ത് വരും? ലോഗ് എക്സ് കോസ് എക്സ് വരും. അപ്പൊ ഇതാണ് നമ്മുടെ ഡി യു ബൈ ഡി എക്സ് വരുന്നത് അല്ലെ. മൈനസ് എക്സ് ടാൻ എക്സ് പ്ലസ് 1 ലോഗ് എക്സ് കോസ് എക്സ് എന്ന് വരുന്നു. അപ്പൊ ഡി യു ബൈ ഡി എക്സ് കിട്ടി. ഇനി ഡി വി എന്തായിരുന്നു? വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സൈൻ എക്സ്
റേസ് ടു 1/x ആണ്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡി വി ബൈ ഡി എക്സ് അല്ലെ, ഡി വി ബൈ ഡി എക്സിന് മുമ്പ് ലോഗ് എടുക്കണം അല്ലെ. ലോഗ് എന്താ വരിക, ലോഗ് വി എന്തായിട്ട് വരും, 1/x ഇങ്ങോട്ട് വരും, 1/x ഇൻറ്റു ലോഗ് എക്സ് സൈൻ എക്സ് എന്നായിട്ട് മാറും അല്ലെ. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ 1/v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ലോഗ് എക്സ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, ആദ്യം ലോഗിന്റെ 1/x സൈൻ എക്സ് വരും ഇൻറ്റു എക്സ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ചെയ്യുന്ന സമയത്ത് എന്ത് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും, പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ എന്ത് വരും, എക്സ് ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ കോസ് എക്സ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലെ സൈൻ എക്സ് ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1. അപ്പൊ അതവിടെ കഴിഞ്ഞു. ഇനി പ്ലസ് എന്ത് വരും, ലോഗ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സ് സൈൻ എക്സ് എഴുതി, ഫസ്റ്റ് ഫംഗ്ഷൻ 1/xന്റെ ഡെറിവേറ്റീവ് എന്താ, -1/x² ആണ് അല്ലെ. അപ്പൊ നമ്മൾ എഴുതി. ഇനി ഡി വി ബൈ ഡി എക്സ് എന്ത് വരും, അപ്പോൾ ഡി വി ബൈ ഡി എക്സ് നമുക്ക് ഈസി ആയിട്ട് വി അല്ലെ 1/v എന്നുള്ള വി അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും, ഇൻറ്റു വി ആവും. ആ വി എന്താണ്, ഇതാണ് വി. അപ്പൊ അത് അവിടെ തന്നെ എഴുതാം നമുക്ക്, എക്സ് സൈൻ എക്സ് റേസ് ടു 1/x അല്ലെ. പിന്നെ എന്തായിട്ട് മാറും, നമുക്ക് അറ്റ് എ ടൈം ആ ടേം നമുക്ക് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ടേം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ്, 1/x ഉണ്ട് ഇവിടെ, 1/x സൈൻ എക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ 1/x² ആവുമല്ലോ. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ 1/x² ആവും അല്ലെ. നമുക്ക് ഈ ടേം 1/x ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1/x² ആവും. ഇനി ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക, ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് വരും, ക്യാൻസൽ ചെയ്തു പോകും. ഈ എക്സും ഇതിലൊരു എക്സും ക്യാൻസൽ ചെയ്തിട്ട് എന്താവും, കോസ് ബൈ സൈൻ ടാൻ ആവും അല്ലെ. അപ്പോൾ 1/x ഇത് വരും ടാൻ എക്സ് എന്ന് വരും അല്ലെ. കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടാണ്. കോസ് ബൈ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടാണ്. വേണം നമുക്കൊരു അഡീഷണൽ സ്റ്റെപ്പ് എഴുതാം, കൺഫ്യൂഷൻ വേണ്ട. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സ് കോസ് എക്സ് താഴെയോ x² സൈൻ എക്സ് ആ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, പ്ലസ് മുകളിൽ സൈൻ എക്സ് ബൈ x² സൈൻ എക്സ് വരും അല്ലെ. ഇവിടെയാണെങ്കിലോ -1 മൈനസ് ലോഗ് എക്സ് സൈൻ എക്സ് അവിടെ ഉണ്ട് ഡിവൈഡഡ് ബൈ x² ഉണ്ട് അല്ലെ. ഈ ടേം എങ്ങനെയായിരിക്കും, ഡി വി ബൈ ഡി എക്സ് ഇവിടെ ഒന്ന് എഴുതാം. ഡി വി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ ടേം കിടക്കുന്നുണ്ട് ബ്രാക്കറ്റിന്റെ പുറത്ത്, ദെൻ ഇവിടെ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ഈ എക്സിലും ഒരു എക്സും ക്യാൻസൽ ചെയ്യാം. കോസ് ബൈ സൈൻ എന്താണ്, കോട്ടാണ്. അപ്പോൾ ഇത് വരും കോട്ട് എക്സ് ബൈ എക്സ് പ്ലസ് ഈ സൈനും ക്യാൻസൽ ചെയ്ത് പോകും, 1/x² മൈനസ് ലോഗ് എക്സ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ x² എന്ന് വരും. ഇതാണ് ഡി വി ബൈ ഡി എക്സ് അല്ലെ. ഇത് ഡി യു ബൈ ഡി എക്സും ഇത് ഡി വി ബൈ ഡി എക്സ്. അപ്പൊ ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ എഴുതി കഴിഞ്ഞാൽ ആൻസർ ആയി അല്ലെ. നിങ്ങൾ തന്നെ എഴുതി കഴിഞ്ഞാൽ എന്താവും, ഈ ടേം ഡി യു ബൈ ഡി എക്സ് ഫസ്റ്റ് ടേം ഇവിടെ ബാക്കിൽ ടേം വരും അല്ലെ. ഈ ടേം പ്ലസ് ഈ ടേം എഴുതി കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ ഫൈനൽ ആൻസർ ആയി. 11ാമത്തെ ആൻസർ നമുക്ക് കിട്ടി. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, എക്സ് റൈസ് ടു വൈ പ്ലസ് വൈ റൈസ് ടു എക്സ് ഈക്വൽ ടു 1 ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ്. ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ് ആണ് ചോദ്യം. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക ഇതൊരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ടേം ബൈ ടേം ഡിഫറൻസിയേഷൻ ആണ് വേണ്ടത്. അപ്പോൾ ടേം ചെയ്യുമ്പോൾ ലോഗിൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് യു എന്നും ഇതിന് വി എന്നും പേര് കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡി യു ബൈ ഡി എക്സ് ആണ്. ഇവിടെ ഡി വി ബൈ ഡി എക്സ് ആണ് ഈക്വൽ ടു 1ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ് അല്ലേ. ഇനി ഇതിനെന്ത് ചെയ്യണം, ഡി യു ബൈ ഡി എക്സും കണ്ടുവന്ന് ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം,
യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എക്സ് റേസ് ടു വൈ ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കണം. അപ്പോൾ ഡി യു ബൈ ഡി എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഡി യു ബൈ ഡി എക്സ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇവിടെ ലോഗ് അപ്ലൈ ചെയ്യണം അല്ലേ. ലോഗ് യു വിൽ ബി എന്തായിരിക്കും? വൈ ലോഗ് എക്സ് വരും അല്ലേ. ലോഗ് എക്സ് റേസ് ടു വൈ ആണ് വരിക. പിന്നെ വൈ ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ വൈ ലോഗ് എക്സ് ആവും. ഇനി രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലോഗ് യുവിൻ്റെ 1/u ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യേണ്ടി വരും. വൈ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു രണ്ടാമത്തെ ഡെറിവേറ്റീവ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് ഇനി ലോഗ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഡി യു ബൈ ഡി എക്സ് വിൽ ബി യു ഡിവൈഡഡ് ബൈ യു അല്ലേ. അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു യു ആയിരിക്കും അല്ലേ. ഇൻറ്റു യു വൈ ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആയിരിക്കും അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ യു അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? എക്സ് റേസ് ടു വൈ ആണ്. അപ്പോൾ അതിന് പകരം എക്സ് റേസ് ടു വൈ കൊടുക്കാം. എക്സ് റേസ് ടു വൈ. ഇനി അത് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? എക്സ് റേസ് ടു വൈ ഇൻറ്റു വൈ ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് റേസ് ടു വൈ എന്നാവും അല്ലേ. നമുക്ക് നോക്കൂ, ഇവിടെ എക്സ് വെറും എക്സ് താഴെ കിടക്കുന്ന എക്സ് റേസ് ടു 1 അല്ലേ. അത് മുകളിലോട്ട് പോകുമ്പോൾ എന്താവും? എക്സ് റേസ് ടു -1 ആവും അല്ലേ. ഈ ടേമിന് എക്സ് റേസ് ടു -1 എഴുതാം അല്ലേ. 1/x എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു -1 അല്ല. അപ്പോൾ ഇതും ഒരേ ടേം ആണ്. അപ്പോൾ പവർ നമുക്ക് ഒരുമിച്ച് എഴുതാം. എക്സ് റേസ് ടു വൈ -1 ഇൻറ്റു വൈ പ്ലസ് അല്ലേ. പിന്നെ എന്താ വരണം? ലോഗ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് എക്സ് റേസ് ടു വൈ. ഇതാണ് ഇപ്പോൾ ഡി യു ബൈ ഡി എക്സ് വരുന്നത് അല്ലേ. അപ്പോൾ ഡി യു ബൈ ഡി എക്സ് നമുക്ക് കിട്ടി. ഇനി എന്ത് വേണം നമുക്ക്? വി എന്താ നോക്കാം. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ റേസ് ടു എക്സ് ആണ്. നേരത്തെ പോലെ ലോഗ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ലോഗ് വി വിൽ ബി എക്സ് ലോഗ് വൈ വരും. ദെൻ 1/v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. എക്സ് ഇൻറ്റു അല്ലേ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താ? 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് വരും പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് വൈ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ് അല്ലേ. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇനി വി അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും? വി ഇൻറ്റു ആയിട്ട് മാറും. വി ഇൻറ്റു എക്സ് ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ലോഗ് വൈ ആയിരിക്കും അല്ലേ. എക്സ് ബൈ വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 1 എക്സ് ആയി ബൈ വൈ ഉണ്ട്. ഇനി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്വസ്റ്റ്യനിൽ നമുക്കറിയാം നമ്മൾ എടുത്തിരിക്കുന്നത് വൈ റേസ് ടു എക്സ് ആണ്. അപ്പോൾ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിട്ട് വരും? വൈ റേസ് ടു എക്സ് ഇൻറ്റു എക്സ് ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് വൈ. വൈ റേസ് ടു എക്സ് അതായത് വി ആണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ റേസ് ടു എക്സ് ആയതുകൊണ്ട് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വിയുടെ സ്ഥാനത്ത് വൈ റേസ് ടു എക്സ് എന്ന് എഴുതി. ഇനി നേരത്തെ പോലെ തന്നെ ഈ വൈ താഴെ കിടക്കുന്നുണ്ട്. അത് മുകളിലോട്ട് പോകുമ്പോൾ വൈ റേസ് ടു -1 ആവും. സോ അത് വൈ റേസ് ടു എക്സ് -1 എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ റേസ് ടു എക്സ് ലോഗ് വൈ എന്ന് വരും. അപ്പോൾ നമ്മുടെ ഡി വി ബൈ ഡി എക്സും ആയി. സ്റ്റെപ്പ് മുതൽ ഡി വി ബൈ ഡി എക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് റേസ് ടു വൈ -1 ഇൻറ്റു വൈ പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എക്സ് റേസ് ടു വൈ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ റേസ് ടു എക്സ് -1 എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് വൈ ഈക്വൽ ടു 0. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസർ ആയോ? ഇല്ല. കാരണം ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഡി വൈ ബൈ ഡി എക്സ് ആണ്. നമ്മൾ ഇതിന്ന് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ഡി വൈ ബൈ ഡി എക്സിലെ ടേമുകൾ നോക്കുക. ഇതിൽ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, ഇതിൽ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. അപ്പോൾ അത് അവിടെ നിർത്തുക. എന്നിട്ട് ബാക്കിയുള്ള ടേംസ് ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും? ലോഗ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എക്സ് റേസ് ടു വൈ പ്ലസ് വൈ റേസ് ടു എക്സ് -1 എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഇതൊക്കെ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. ബാക്കി ടേമിനെ അങ്ങോട്ട് കൊണ്ടുപോകാം.
ഈ ടേം വൈ റേസ് ടു എക്സ് ലോഗ് വൈ അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് വൈ റേസ് ടു എക്സ് ലോഗ് വൈ ആവും. ഇതേപോലെ തന്നെ ഫസ്റ്റ് ടേം ഉണ്ട്, അത് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് വൈ എക്സ് റേസ് ടു വൈ മൈനസ് ഉണ്ടാവും. വൈ ആദ്യം എഴുതിയെന്ന് മാത്രം. ഇനി ഈ രണ്ട് ടേമിലും കോമൺ ആയി ആരുണ്ട്? ഡി വൈ ബൈ ഡി എക്സ് കോമൺ ആണ്. അപ്പോൾ പുറത്തെടുക്കുമ്പോൾ ലോഗ് എക്സ് ഇൻറ്റു എക്സ് റേസ് ടു വൈ അല്ലേ, പ്ലസ് രണ്ടാമത്തെ ടേം ഡി വൈ ഡി എക്സ് പോകുന്ന ബാക്കി എന്താണ്? വൈ റേസ് ടു എക്സ് മൈനസ് വൺ എക്സ് മാത്രമാണ്. വൈ റേസ് ടു എക്സ് ലോഗ് വൈ മൈനസ് വൈ എക്സ് റേസ് ടു വൈ മൈനസ് വൺ അതാണ് വരിക അല്ലേ. ഇനി ചോദ്യം ഡി വൈ ബൈ ഡി എക്സ് ആണ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് കാണാൻ ഈ ടേം അങ്ങോട്ട് പോകും. ഈ ടേം ഇൻറ്റു അല്ലേ, അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡ് ബൈ ആവും. ഇറ്റ് ഈസ് വൈ റേസ് ടു എക്സ് ലോഗ് വൈ മൈനസ് വൈ എക്സ് റേസ് ടു വൈ മൈനസ് വൺ ഡിവൈഡ് ബൈ ലോഗ് എക്സ് എക്സ് റേസ് ടു വൈ പ്ലസ് വൈ റേസ് ടു എക്സ് മൈനസ് വൺ എക്സ് വരും. ഇതാണ് എന്ത് നമ്മുടെ ഡി വൈ ബൈ ഡി എക്സ് വരണത്. ക്വസ്റ്റ്യൻ പറയണത് 13ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വൈ റേസ് ടു എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു വൈ ഇങ്ങനെ ഒരു ടേം അവർ തന്നിട്ട് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇത് റിലേഷനാണ് അല്ലേ, എക്സും വൈ തമ്മിലുള്ള റിലേഷനാണ്, ഇംപ്ലിസിറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ടേം ബൈ ടേം ഡിഫറൻസിയേഷൻ ആണ് വേണ്ടത്. രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല, കാരണം നമുക്ക് ഡെറിവേറ്റീവ് അറിയുന്ന ഒരു റിസൾട്ടും അല്ല അത്. നമുക്ക് അതിനെ അതിലോട്ട് മാറ്റണമെങ്കിൽ നമുക്കറിയാം പവർ ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ല എളുപ്പം ലോഗ് എടുക്കുകയാണ് അല്ലേ, രണ്ട് സൈഡിലും അപ്ലൈയിങ് ലോഗ്, ദെൻ വി ഗെറ്റ് ലോഗ് വൈ റേസ് ടു എക്സ് ആസ് log x raised to y. then logന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. x ഇൻറ്റു ലോഗ് വൈ ഈക്വൽ ടു വൈ ഇൻറ്റു ലോഗ് എക്സ്. പ്രോപ്പർട്ടി അറിയാലോ, കുറേ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടി വീണ്ടും ഉറപ്പിക്കുകയാണ് ഈ പ്രോപ്പർട്ടി അല്ലേ. അപ്പോൾ എഗെയിൻ ഇത് വന്നു അല്ലേ. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. രണ്ട് സൈഡിലും പ്രൊഡക്റ്റുകൾ വേണം. രണ്ടും എക്സ് എന്ന് പറഞ്ഞാലും വൈ എന്ന് പറഞ്ഞാലും എക്സിലെ ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു അല്ലേ ഡിഫറൻഷിയേറ്റിംഗ് ഇൻ ബിറ്റ്വീൻ ഒരു ടേം എന്ത് എഴുതാം? നമുക്കൊരു സെൻറ്റൻസ് എഴുതാം. രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റിംഗ് അല്ലേ, ഡിഫറൻഷിയേറ്റിംഗ് എന്താണ്? ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് രണ്ടാമത്തെ ലോഗ് വൈ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് 1 അല്ലേ. ആ സൈഡിലെ ഡെറിവേറ്റീവ് കണ്ടു. ദെൻ ഇവിടെ ആണെങ്കിലോ വൈ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സിൻ്റെ 1/x ആണ് പ്ലസ് ലോഗ് എക്സ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ വൈ ഡെറിവേറ്റീവ് എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഇനി നമുക്കറിയാലോ ഡി വൈ ബൈ ഡി എക്സിലെ ടേമുകളേക്ക് ഒരു സൈഡിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ എക്സ് ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ഒരു ടേം ഉണ്ട് അല്ലേ. പിന്നെ ഇവിടെ ഒരു ഡി വൈ ബൈ ഡി എക്സിൽ ടേം ഉണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് കൊണ്ടുപോകാം ലെഫ്റ്റ് സൈഡിലോട്ട്. അപ്പോൾ എന്താവും? പ്ലസ് ലോഗ് എക്സ് ഡി വൈ ബൈ ഡി എക്സ്. ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? അത് മൈനസ് ലോഗ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് ആവും. ഇവിടെ ആണെങ്കിലോ വൈ ബൈ എക്സ് ഉണ്ട് ഓൾറെഡി ഒരു ടേം. ഇനി ഇവിടെ എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഒന്നും ഇല്ലാത്തൊരു ടേം ലോഗ് വൈ കിടക്കുന്നുണ്ട്. ലോഗ് വൈ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ലോഗ് വൈ. അത് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? പ്ലസ് ലോഗ് വൈ ആണ്. അത് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ലോഗ് വൈ ആവും അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഈസിയാണ്. ഡി വൈ ബൈ ഡി എക്സ് കോമൺ ആണ്. ഫസ്റ്റ് ടേം ഒന്ന് പുറത്തെടുത്തപ്പോൾ എക്സ് ബൈ വൈ ആയി, മൈനസ് സെക്കൻഡ് ടേം ഒന്ന് പുറത്തെടുത്തപ്പോൾ ലോഗ് എക്സ് മാത്രമായി. ഇവിടെ വൈ ബൈ എക്സ് മൈനസ് ലോഗ് വൈ ആയി അല്ലേ. ഇനി ഡി വൈ ബൈ ഡി എക്സ് കിട്ടാൻ എന്ത് ചെയ്യണം? ഡി വൈ ബൈ ഡി എക്സ് കിട്ടാനായിട്ട് നമ്മൾ രണ്ട് സൈഡിലും എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യല്ല, ഇവിടെയുള്ള ടേം അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. വൈ ബൈ എക്സ് മൈനസ് ലോഗ് വൈ ഹോൾ ഡിവൈഡ് ബൈ എന്ത് വരും? എക്സ് ബൈ വൈ മൈനസ് ലോഗ് എക്സ്. നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇനി വേണമെങ്കിൽ ഒന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടി ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. നമുക്കറിയാം എ ബൈ ബി മൈനസ് സി ബൈ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? എ ഡി മൈനസ് ബി സി ഡിവൈഡ് ബൈ താഴത്തെ ബി ഡി, ഇങ്ങനെയാണ് ചെയ്യുക. അതേ കാര്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലും ചെയ്യാമല്ലോ. വൈ ബൈ എക്സ് വെറും ലോഗ് വൈ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബൈ 1 ഉണ്ട് അല്ലല്ലോ. വെറും ലോഗ് എക്സ് പറഞ്ഞാൽ താഴെ 1 ഉണ്ട്. അപ്പോൾ ചെയ്ത് നോക്കും മുകളിൽ വൈ ഇൻറ്റു 1 വൈ മൈനസ്
എക്സ് ലോഗ് വൈ ഡിവൈഡ് ബൈ എക്സ് ഹോൾ ഡിവൈഡ് ബൈ താഴെയോ എക്സ് മൈനസ് വൈ ലോഗ് എക്സ് ഡിവൈഡ് ബൈ വൈ അല്ലേ. ഇനി അത് റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് എന്ത് വരും? റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്താ വരിക? റെസിപ്രോക്കൽ എടുക്കുക പറഞ്ഞാൽ എ ബൈ ബി ഓൾ ഡിവൈഡ് ബൈ സി ബൈ ഡി എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? എ ബൈ ബി ഈ താഴെയുള്ളത് മുകളിലോട്ട് പോകുമ്പോൾ എന്താവും? നേരെ തിരിയും അല്ലെ, ഡി ബൈ സി ആവും. അതേപോലെ തന്നെ ഇവിടെ വരുമ്പോൾ എന്താവും? വൈ മൈനസ് എക്സ് ലോഗ് വൈ ബൈ എക്സ് ഇൻറ്റു അല്ലെ, താഴെ വൈ ആവും മുകളിൽ വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ലോഗ് എക്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഒന്നും കൂടി ഭംഗിയാക്കി എഴുതിയ മുകളിലുള്ള മൾട്ടിപ്ലൈ ചെയ്യാം എക്സ് അല്ലെ വൈ ഇൻറ്റു വൈ മൈനസ് എക്സ് ലോഗ് വൈ ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൈ ലോഗ് എക്സ്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് 14ാമത്തെ ക്വസ്റ്റ്യൻ? കോസ് എക്സ് റൈസ് ടു വൈ ഈക്വൽ ടു കോസ് വൈ റൈസ് ടു എക്സ്. ഇപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ ലോഗ് അപ്ലൈ ചെയ്യണം അല്ലേ. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ്, രണ്ട് സൈഡിലും പവറൊക്കെ ഉണ്ട്. നമുക്കത് റിഡ്യൂസ് ചെയ്യാൻ ഒരേ ഒരു വഴിയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നു? കോസ് എക്സ് റൈസ് ടു വൈ ഈക്വൽ ടു എന്ത് വരും? ലോഗ് കോസ് വൈ റൈസ് ടു എക്സ് എന്ന് വരും അല്ലേ. ഇനി ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലേ ഈ വൈ എവിടോട്ട് വരും? ഈ വൈയും അതുപോലെ ഈ എക്സും അല്ലേ, വൈ ഇങ്ങോട്ടും വരും എക്സ് ഇങ്ങോട്ടും വരും പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ, ലോഗിൻ്റെ പ്രോപ്പർട്ടി. ഇനി എന്താ ചെയ്യുക? ഇത് നമുക്കൊന്നും ചെയ്യാനില്ല, രണ്ട് സൈഡിലും എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യേണ്ടി വരും അല്ലേ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 / cos x അല്ലേ. പിന്നെ കോസ് എക്സിന് എന്ത് വേണം? മൈനസ് സൈൻ എക്സ് വേണം. ഇവിടെയാണെങ്കിൽ അല്ലേ പ്ലസ് കഴിഞ്ഞിട്ടില്ല അല്ലേ, പ്രൊഡക്റ്റ് റൂളാണ്. സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് കോസ് എക്സ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ വൈ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്. അതേപോലെ റൈറ്റ് സൈഡിലും ചെയ്യണം. റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ആണ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് 1 / cos y. കോസ് വൈ കഴിഞ്ഞാൽ പിന്നെ എന്തും കൂടി വരും? കോസിൻ്റെ മൈനസ് സൈൻ വൈ. കഴിഞ്ഞോ? ഇല്ല. പിന്നെ വൈയുടെ ഉണ്ട്, വൈയുടെ ഡി വൈ ബൈ ഡി എക്സ് ആണ് അല്ലേ. ഇവിടെ ശ്രദ്ധിക്കണം, കോസ് വൈയുടെ ചെയ്യുന്ന സമയത്ത് ആദ്യം ലോഗിൻ്റെ ചെയ്തു, പിന്നെ കോസ് വൈയുടെ ചെയ്തു അല്ലെ, കോസിൻ്റെ ചെയ്തു, പിന്നെ വൈയുടെയും കൂടി വേണം അല്ലേ. ഇവിടെ അങ്ങനെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കോസ് എക്സ് ആകുമ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആയതുകൊണ്ടാണ് അത് എഴുതാത്തത്. ഇനി പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് കോസ് വൈ ഇൻറ്റു 1 അല്ലെ, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് രണ്ട് സൈഡിലും എന്ത് ചെയ്യാം? ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഒക്കെ ഒരുമിച്ചാക്കാം. അതിന് മുന്നേ ഇവിടെ അല്ലെ വൈ ഉണ്ട്, മൈനസ് ഉണ്ട്, സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടാൻ എക്സ് ആക്കി എഴുതാം അല്ലെ. ഇവിടെയാണെങ്കിൽ ലോഗ് കോസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട് അല്ലെ, ഈക്വൽ ടു ഇവിടെയാണെങ്കിലോ എക്സ് ഉണ്ട് മൈനസ് സൈൻ വൈ ബൈ കോസ് വൈ അഗെയിൻ ടാൻ വൈ എന്ന് എഴുതാം. പിന്നെ ടാൻ വൈ ഇൻറ്റു എന്നുകൂടി ഉണ്ട് ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട് പ്ലസ് ലോഗ് കോസ് വൈ ആണ്. ഇനി ഡി വൈ ബൈ ഡി എക്സിൽ ഇതിലും ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ടേമിനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ. ഈ ടേമിനൊന്നും ഇല്ല, അപ്പോൾ അതിനെ അങ്ങോട്ടും കൊണ്ടുപോകാം. അപ്പോൾ എന്ത് വരും? ലോഗ് കോസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഈ ടേം ഇവിടെ മൈനസ് എക്സ് ടാൻ വൈ ഡി വൈ ബൈ ഡി എക്സ് അല്ലേ, ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? പ്ലസ് എക്സ് ടാൻ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആവും ഈക്വൽ ടു ഇവിടെ ഓൾറെഡി ലോഗ് കോസ് വൈ ഉണ്ട്. ഇനി അവിടെ ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്ത ഈ ഫസ്റ്റ് ടേം ഇങ്ങോട്ട് വന്ന് എന്താവും? മൈനസ് വൈ ടാൻ എക്സ് ആണ്, അങ്ങോട്ട് വരുമ്പോൾ എന്താവും? പ്ലസ് വൈ ടാൻ എക്സ് ആവും. ഇനി ഇതിൽ രണ്ടിലും ഡി വൈ ബൈ ഡി എക്സ് കോമൺ അല്ലേ, പുറത്തെടുക്കാം. ബാക്കി എന്താ വരിക? ഫസ്റ്റ് ടേമിൽ ഡി വൈ ബൈ ഡി എക്സ് പുറത്തോട്ട് പോയാൽ ബാക്കി ലോഗ് കോസ് എക്സ് ഉണ്ട്. രണ്ടാമത്തേലാണെങ്കിൽ ഒരു എക്സ് ടാൻ വൈ ഉണ്ട്. ഇവിടെയാണെങ്കിലോ ലോഗ് കോസ് വൈ പ്ലസ് വൈ ടാൻ എക്സ് അതുപോലെ എഴുതി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി ഡി വൈ ബൈ ഡി എക്സ് എന്ത് വരും? കണ്ടുപിടിക്കാൻ പറഞ്ഞ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻറ്റു അല്ലേ, അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡർ ബൈ ആവും. അപ്പോൾ എന്ത് വരും? ലോഗ് കോസ് വൈ ഓൾറെഡി ഉണ്ടായിരുന്ന ടേം പ്ലസ് വൈ ടാൻ എക്സ് ഉണ്ട്
പിന്നെ ഡിവൈഡഡ് ബൈ എന്താണ് ലോഗ് കോസ് എക്സ് പ്ലസ് എക്സ് ടാൻ വൈ ആവും. ഇതാണ് 14ാമത്തെ ക്വസ്റ്റ്യനിലെ ഡി വൈ ബൈ ഡി എക്സ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 15ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ് വൈ എന്തിന്റെ ഡെറിവേറ്റീവ് കണ്ടത്? എക്സ് വൈ ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് മൈനസ് വൈ. ഇ റൈസ് ടു എക്സ് മൈനസ് വൈ ഈ ടേമിന്റെ ഡെറിവേറ്റീവ് ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത് ചെയ്യാൻ നോക്കി നോക്കാം. നമുക്ക് രണ്ട് സൈഡിൽ ലോഗ് എടുക്കാൻ തന്നെ പറ്റുള്ളൂ അല്ലെ. ലോഗ് എക്സ് വൈ ഇവിടെയാണെങ്കിലോ ലോഗ് ഇ റൈസ് ടു എക്സ് മൈനസ് വൈ അല്ലെ. ഇനി ലെഫ്റ്റ് സൈഡിൽ ഏത് പ്രോപ്പർട്ടി പറയാം? ലോഗ് എ ബി. ലോഗ് എ ബി എന്താ? ലോഗ് എ പ്ലസ് ലോഗ് ബി അല്ലേ. അപ്പോൾ ലോഗ് എക്സ് വൈ എന്തായിരിക്കും? ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ ആയിരിക്കും. ഇവിടെയാണെങ്കിലോ ഈ പവറിലുള്ള എക്സ് മൈനസ് ഐ ഇങ്ങോട്ട് വരും, ലോഗ് ഇ മാത്രമാവും. ഈയുടെ പവറിലുള്ള എക്സ് മൈനസ് വൈ എൻ ലോഗ് എക്സ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ട് വരും. ഇനി ലോഗ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1 ആണ് അല്ലേ. ലോഗ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഈ റിസൾട്ട് ഓർമ്മ ഉണ്ടാവും വിചാരിക്കണം. ലോഗ് ഇ കണ്ടെടുത്ത് നമുക്ക് 1 കൊടുക്കാം. അത് ഇൻവേഴ്സ് ആണ്, പരസ്പരം ക്യാൻസൽ ചെയ്ത് പോയി 1 ആവും. അപ്പോൾ നമുക്കിവിടെ എന്ത് വരും? ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ വിൽ ബി എക്സ് മൈനസ് വൈ എന്നാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്താ വരിക? ലോഗ് എക്സിൻ്റെ 1/x ലോഗ് വൈയുടെ 1/y ഇൻറ്റു എന്ത് വരും? വൈ ഇസ് എ ഫംഗ്ഷൻ എക്സ് ആണ്, അപ്പോൾ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സും കൂടി വരും. ഇവിടെയാണെങ്കിലും എക്സിൻ്റെ 1 മൈനസ് ഡി വൈ ബൈ ഡി എക്സ്. നേരത്തെ ചെയ്ത പോലെ ഡി വൈ ബൈ ഡി എക്സിൻ്റെ ടൈം നമുക്ക് ഒരു സൈഡിൽ നിർത്താം. അപ്പോൾ 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇവിടെ ഉണ്ട്. റൈറ്റ് സൈഡിലുള്ള മൈനസ് ഡി വൈ ബൈ ഡി എക്സിന് ഇങ്ങോട്ട് കൊണ്ടിരുമ്പോൾ പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ആവും. ഇനി 1 ഓൾറെഡി അവിടെ ഉണ്ട്. ഇവിടെയുള്ള 1/x അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 1/x ആവും. ഇനി ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്. പുറത്തെടുക്കുമ്പോൾ ഫസ്റ്റത്തേൽ 1/y മാത്രമേ ഉണ്ടാവും. രണ്ടാമത്തേൽ ഡി വൈ ബൈ ഡി എക്സ് പുറത്തോട്ട് പോയി ബാക്കി അവിടെ 1 മാത്രം ഉണ്ടാവും. ഇവിടെ 1 മൈനസ് 1/x വരും അല്ലേ. ഇനി നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെയുള്ള അതിന് മുന്നേ വേണമെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി എന്താവും? 1 മൈനസ് 1/x ഹോൾ ഡിവൈഡ് ബൈ 1 പ്ലസ് വൈ പ്ലസ് 1 ആയിരിക്കും അല്ലേ. ഇനി ഒന്ന് മുകളിലും താഴെ വേണമെങ്കിൽ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1 മൈനസ് വൈ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു എക്സ് മൈനസ് 1 ബൈ താഴത്തെ എക്സ് അല്ലേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. 1 മൈനസ് 1/x എങ്ങനെ ചെയ്യുക? 1 ഇൻറ്റു എക്സ് പിന്നെ വെറും 1 എന്ന് പറഞ്ഞാൽ താഴെ 1 ഉണ്ട്. പിന്നെ 1 ഇൻറ്റു 1 ഇങ്ങോട്ട് ചെയ്യുക, പിന്നെ ഇങ്ങനെ ചെയ്യുക. അങ്ങനെയാണ് ഇങ്ങനെ വന്നത്. ഇവിടെയാണെങ്കിലും അടുത്ത് 1 ഇൻറ്റു 1 പ്ലസ് അല്ലേ വൈ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ വൈ ഡിവൈഡഡ് ബൈ വൈ. ഇനി ഇത് നേരത്തെ പറഞ്ഞ പോലെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്തായിട്ട് മാറും? ഈ ടേം മുകളിലോട്ട് പോകുമ്പോൾ നേരെ തിരിഞ്ഞു വരും. ഇപ്പോൾ വൈ ഇൻറ്റു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു 1 പ്ലസ് വൈ ആയിട്ട് മാറും അല്ലേ. ഈ ടേം മുകളിലോട്ട് പോകുമ്പോൾ ഈ ടേമാണ് വൈ ആ മുകളിൽ വരിക, താഴെ 1 പ്ലസ് വൈയും. അപ്പോൾ അത് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്ത് എങ്ങനെയാവില്ലേ? വൈ ഇൻറ്റു എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു 1 പ്ലസ് വൈ ആയിരിക്കും. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എന്താണ് 16ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്? 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദി ഫംഗ്ഷൻ ഗിവൺ ബൈ. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫസ്റ്റ് സ്ലൈഡിൽ നോക്കിയാൽ, എനിക്ക് ഫസ്റ്റ് ഭാഗത്ത് നോക്കിയാൽ കാണാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ ദെൻ 1 പ്ലസ് എക്സ് റൈസ് ടു 4 ദെൻ 1 പ്ലസ് എക്സ് റൈസ് ടു 8 അല്ലേ. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം അല്ലേ. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം, അതായത് ഡി എഫ് ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. ഒപ്പം എഫ് ഡാഷ് ഓഫ് 1 എന്താണെന്നും കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഡാഷ് എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ഡെറിവേറ്റീവ് ആണ് കേട്ടോ. നമ്മൾ ഡി വൈ ബൈ ഡി എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? വൈ ഡാഷ് എന്നും ഡിനോട്ട് ചെയ്യാം. രണ്ടും ഒന്നാണ്. അതുപോലെ തന്നെ ഡി എഫ് ബൈ ഡി എക്സ് തന്നെയാണ് എഫ് ഡാഷ് എക്സ്. അപ്പോൾ ഡെറിവേറ്റീവ് കണ്ടിട്ട് അതിൽ 1 ഇട്ട് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്ന് എഴുതാം അല്ലേ. എങ്ങനെ? എഫ് ഡാഷ് ഓഫ് എഫിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഡി എഫ് ബൈ ഡി എക്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഇനി ഇവിടെ ഡെറിവേറ്റീവ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം? ലോഗിൻ്റെ ഹെൽപ്പോട് കൂടി ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. നമുക്ക് ലോഗ് ചെയ്തിട്ടാണല്ലോ എളുപ്പം കുറച്ചും കൂടി. നമുക്ക് ലോഗ് അപ്ലൈ ചെയ്യാം. രണ്ട് സൈഡിൽ ലോഗ് അപ്ലൈ എന്താ വരിക?
log f of x അല്ലെ, ഇവിടെ log f of x ആയിരിക്കും. ഇവിടെയാണെങ്കിലോ log ഈ ടേമുകളൊക്കെ വരും. 1 പ്ലസ് എക്സ്, 1 പ്ലസ് എക്സ് സ്ക്വയർ, 1 പ്ലസ് എക്സ് റേസ് ടു 4, 1 പ്ലസ് എക്സ് റേസ് ടു 8 അല്ലേ. ഇനി ലോഗിൻ്റെ പ്രോപ്പർട്ടി അറിയാലോ, ലോഗ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. ഇത് രണ്ടെണ്ണത്തിന് മാത്രം അപ്ലിക്കബിൾ ആയ കാര്യമല്ല. ഈ ലോഗ് എ ബി സി ഉണ്ടെങ്കിൽ ലോഗ് എ പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി എന്ന് എഴുതാം. ലോഗ് എ ബി സി ഡി അല്ലേ, എത്ര വേണമെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് ലോഗ് എ പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി പ്ലസ് ലോഗ് ഡി അങ്ങനെ എഴുതിപ്പോ. അപ്പോൾ ഇവിടെ 4 ടേം ഉണ്ട്. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് 1 പ്ലസ് log 1 plus x square log 1 plus x raised to 4 plus log 1 plus x raised to 8 ഇത്ര എഴുതാം അല്ലേ. നമ്മൾ സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ log എഫ് ഓക്സിൻ്റെ എന്താ, ലോഗിൻ്റെ 1/f ഓഫ് എക്സ്, പിന്നെ എന്തുകൂടി വേണം, എഫ് ഡാഷ്, എഫിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് അല്ലെങ്കിൽ ഡി എഫ് ബൈ ഡി എക്സ്. ഈ log 1 പ്ലസ് എക്സിൻ്റെ എന്താ 1/1 പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സിൻ്റെ വേറെ 1 അല്ലേ. അടുത്ത് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ലോഗിൻ്റെ ഡെറിവേറ്റീവ് എഴുതി. പിന്നെ 1 പ്ലസ് എക്സ് സ്ക്വയറിന് എന്താ 2x, 1ൻ്റെ 0യും എക്സ് സ്ക്വയറിൻ്റെ 2xഉം പ്ലസ് ലോഗിൻ്റെ അടുത്ത് ലോഗ് 1 പ്ലസ് എക്സ് റേസ് 4ൻ്റെ കാണാൻ എന്ത് ചെയ്യണം, ആദ്യം ലോഗിൻ്റെ അല്ലേ, ലോഗ് എക്സ് പറഞ്ഞാൽ 1/x അല്ലേ. അപ്പോൾ ലോഗ് 1 പ്ലസ് എക്സ് റേസ് 4 എന്ന് പറഞ്ഞാൽ 1/x അല്ലേ, 1 പ്ലസ് എക്സ് റേസ് 4, പിന്നെ 1 പ്ലസ് എക്സ് റേസ് 4ന് വേണം. അതെങ്ങനെ എഴുതുക, 1ൻ്റെ 0 അല്ലേ, 0 പ്ലസ് എക്സ് റേസ് ടു 4ൻ്റെ 4x³ ആണ്. ഇവിടെയാണെങ്കിലോ 1/1 പ്ലസ് എക്സ് റേസ് ടു 8 ഇൻറ്റു 8x റേസ് ടു 7 അല്ലേ. ഇനി ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ വരിക, അപ്പോൾ ഇവിടെ 1/f ഓഫ് എക്സ് ഉണ്ട്, അത് അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും എഫ് ഓഫ് എക്സ് ഇൻറ്റു അല്ലേ 1/1 പ്ലസ് എക്സ്, അടുത്താണെങ്കിൽ 2x, 1 ഇൻറ്റു 2x എന്ന് പറഞ്ഞാൽ 2x, 1 പ്ലസ് എക്സ് സ്ക്വയർ, അടുത്ത് 4x³ ബൈ 1 പ്ലസ് എക്സ് റേസ് ടു 4 പ്ലസ് 8x റേസ് ടു 7, 1 പ്ലസ് എക്സ് റേസ് ടു 8. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് വരുന്നത്. ഇനി എന്തുകൂടി നമ്മൾ അപ്ലൈ ചെയ്യണം, എഫ് ഓഫ് എക്സ് എന്താണോ, എഫ് ഓഫ് എക്സ് എന്താണ് അത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. എഫ് ഓഫ് എക്സ് എന്താണ് അല്ലേ, ക്വസ്റ്റ്യനിൽ തന്ന എഫ് ഓഫ് എക്സ് ഇതാ കിടക്കുന്നു. അപ്പോൾ അതും കൂടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ, അതുപോലെ 1 പ്ലസ് എക്സ് റേസ് ടു 4, 1 പ്ലസ് എക്സ് റേസ് ടു 8 ആണ്. ഇതാണ് എഫ് ഓഫ് എക്സ്. ഇനി ബ്രാക്കറ്റിലുള്ള എന്താ, അത് അതേപോലെ എഴുതുക. 1/x പ്ലസ് 1 പ്ലസ് 2x/1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 4x³ 1 പ്ലസ് എക്സ് റേസ് ടു 4, അടുത്ത് 8x റേസ് ടു 7/1 പ്ലസ് എക്സ് റേസ് ടു 8. ഇതാണ് ഡെറിവേറ്റീവ്. ചോദ്യം കഴിഞ്ഞിട്ടില്ല. എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ചോദ്യം ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, എഫ് ഡാഷ് ഓഫ് 1 കണ്ടുപിടിക്കാൻ. എഫ് ഡാഷ് ഓഫ് 1, അപ്പോൾ എഫ് ഡാഷ് 1 കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, എക്സിൻ്റെ സ്ഥാനത്ത് 1 ഇട്ടെടുത്താൽ പോരെ. ഇതിൽ ഇവിടെ എന്ത് വരും, 1 പ്ലസ് 1 അല്ലേ, 1 പ്ലസ് 1 സ്ക്വയർ, 1 പ്ലസ് 1 റേസ് ടു 4, 1 പ്ലസ് 1 റേസ് ടു 8, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണെങ്കിലോ 1/1 പ്ലസ് 1 പ്ലസ് 2 ഇൻറ്റു 1, എക്സിൻ്റെ സ്ഥാനത്തൊക്കെ 1 കൊടുക്കുക, 1 പ്ലസ് 1 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 1³ ബൈ 1 പ്ലസ് 1 റേസ് ടു 4 പ്ലസ് 8 ഇൻറ്റു 1 റേസ് ടു 7/1 പ്ലസ് 1 റേസ് ടു 8 അല്ലേ. ഇനി നമുക്കറിയാം എന്താണ് ഇത്, 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 2 അല്ലേ, 2 ഇൻറ്റു അഗെയിൻ 2 ഇൻറ്റു അല്ലേ, 2 ഇൻറ്റു 2 അല്ലേ, 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 അല്ലേ, അതൊക്കെ 2 ആയിരിക്കും. ഇനി ഉള്ളിലാണെങ്കിലോ, ഉള്ളിലാണെങ്കിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ വരിക, 1/2 അല്ലേ, അടുത്തതോ 2/2 അല്ലേ, അടുത്താണെങ്കിൽ 4/2, അടുത്തതോ 8/2. ഇതെല്ലാം ചെയ്ത് എന്താ വരിക, 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ആണ് അല്ലേ, 16 വരും. ഉള്ളിലാണെങ്കിലോ, ഉള്ളിൽ ഫ്രാക്ഷൻസ് ആണ്,
നമുക്ക് LCM 2 ആയിട്ട് എടുക്കാം അല്ലേ. മുകളിലെല്ലാം എന്ത് ചെയ്താൽ മതി, മുകളിലെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 8 × 4 12 14 15/2 ആയിട്ട് മാറും അല്ലേ. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, അതിൻ്റെ മുകളിൽ എഴുതാം എന്താണ് 16 അല്ല, ഈ 2ഉം 16 തമ്മിൽ ക്യാൻസൽ ചെയ്ത് 8 ആവും. സോ ഇവിടെ എന്ത് വരും, 18 × 15. ആൻസർ എന്താ 120. അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ വരുന്നത്. f' എന്ന് പറയുന്നത് ഇതാണ് 120 ആണ്. ഓക്കെ, 17ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഡിഫറൻഷിയേറ്റ് x² - 5x + 8 അതുപോലെ തന്നെ x³ + 7x + 9 3 രീതിയിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഇത് എക്സ്പാൻഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലോഗ് യൂസ് ചെയ്യുക. എല്ലാം സെയിം ആൻസർ ആണോ എന്നുള്ളതാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം. ലെറ്റ് y = ഒരു പേര് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ dy/dx യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ ആൻസറാണ് dy/dx. പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലേ, ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ x² - 5x + 8 ഇൻറ്റു രണ്ടാമത്തേൻ്റെ ഡെറിവേറ്റീവ്. എന്താണ് ഡെറിവേറ്റീവ്, 3x² + 7 അല്ലേ. രണ്ടാമത്തേൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ x³ 3x² + 7x 7x 1 അല്ലേ + 9 0 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു 7x + 9 ഇൻറ്റു ഫസ്റ്റത്തേൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, 2x - 5 അല്ലേ. ഇനി എന്ത് ചെയ്യാം, ഡെറിവേഷൻ കണ്ടു അല്ലേ, ഡെറിവേറ്റീവ് കണ്ടു. ഇനി നമ്മൾ ജസ്റ്റ് ഫൈനൽ ആൻസറോട്ട് എത്തിക്കുന്ന സിംപ്ലിഫൈ ചെയ്യാം, ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ഇത് ഈ ടേമിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, 3x⁻² എന്ത് വരും 4 അല്ലേ. പിന്നെ x² അടുത്ത ടേമായിട്ട് ചെയ്യുമ്പോൾ +7x² വരും. പിന്നെ ഈ 5x മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -15 അല്ലേ, 5 × 3 15x³ വരും അല്ലെ, ഇവിടെ സ്ക്വയർ ആണ്, ക്യൂബ് വരും. പിന്നെയോ ഇത് അടുത്തതായിട്ട് ചെയ്യുമ്പോൾ മൈനസ് അല്ലെ 35x എന്ന് വരും. പിന്നെ 8 ആയിട്ട് ചെയ്യണ്ടേ, അപ്പോൾ എന്ത് വരും, +28x² വരും അല്ലേ. അടുത്തതെങ്കിൽ 8 + 56 എന്ന് വരും അല്ലേ. അതുപോലെ തന്നെ ഇതിലെ ഓരോ ടേമും ചെയ്യണം. ഇതിൽ ഈ ടേം ചെയ്യണം, പിന്നെ അടുത്ത ടേം രണ്ടെണ്ണമായിട്ട് ചെയ്യണം അല്ലേ. അതുപോലെ 9ഉം ചെയ്യണം. അപ്പോൾ എന്ത് വരും, +2x⁻⁴ പിന്നെ -5x³ പിന്നെ 7x കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് വരും, +14x² -35x വരും. പിന്നെ 9 കൊണ്ട് ചെയ്യുമ്പോൾ +18x -45 വരും. ഇനി ഇതൊക്കെ ഒന്ന് ഒരേ ടേമുകൾ, x⁻⁴ എത്ര ടേം ഉണ്ട്, 2 ടേം ഉണ്ട്. എത്ര, അപ്പോൾ 3ഉം 2ഉം രണ്ടും പ്ലസ് ആണ്, അപ്പോൾ 5x⁻⁴ എന്ന് വരും. ഇനി അടുത്തതും ക്യൂബിൻ്റെ ഇതേ ഒരു ടേം ഉണ്ട്, -15x³ -5x³ അപ്പോൾ രണ്ടും കൂടി രണ്ടും മൈനസ് ആണ്, അപ്പോൾ -20x³ വരും. പിന്നെ x² ഒരു 7x² ഉണ്ട്, 24x² രണ്ടും പ്ലസ് ആണ്, അപ്പോൾ 31x² ആയി. പിന്നെയോ എഗെയിൻ ഒരു 14x², അപ്പോൾ 31 + 14 45 ആയി. അപ്പോൾ മൊത്തം 45x² ആയി, 45x². പിന്നെയോ പിന്നെന്തായിരിക്കും നോക്കി നോക്കൂ. പിന്നെ എക്സിൻ്റെ ടേമുകൾ അല്ലേ, എക്സിൻ്റെ ടേമുകൾ ഏതൊക്കെയാണ്, ഒരു -35x എഗെയിൻ -35x, അപ്പോൾ എത്ര വരും, -70 ആയി അല്ലേ. 35 -70 ആയി. പിന്നെ ഒരു 18x പ്ലസ് ആണ്, അപ്പോൾ -70 + 18 എത്ര വരും, -52x വരും അല്ലേ. പിന്നെ ലാസ്റ്റ് കോൺസ്റ്റന്റ് ടൈം ഏതൊക്കെ ഉണ്ട്, ഒരു 56 ഉണ്ട്, അതുപോലെ തന്നെ 45 ഉണ്ട്. 56 -45 എന്ന് പറയുമ്പോൾ എത്ര വരും, 6ഉം അതുപോലെ തന്നെ 5ഉം അല്ലേ, 6ഉം 5ഉം 11 ആയിരിക്കും അല്ലേ, +11 എന്ന് വരും. അപ്പോൾ ഇതാണ് dy/dx നമ്മൾ പ്രൊഡക്റ്റ് റൂൾ ചെയ്യുമ്പോൾ വരുന്നത് അല്ലേ. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ആൻസറിന് 1 എന്ന് പേര് കൊടുക്കാം. ഇനി രണ്ടാമത്തെ എക്സ്പാൻഷൻ ചെയ്തതിന് ശേഷം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എക്സ്പാൻഷൻ നമുക്ക് ചെയ്ത് നോക്കാം. എന്താണ്, x² - 5x + 8 ഇൻറ്റു x³ + 7x + 9
അല്ലേ? ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ ടേമിനെ അപ്പുറത്തുള്ള ടേമായിട്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഇവിടെ എന്ത് വരും? എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 5 പ്ലസ് 7x സ്ക്വയർ ഇൻറ്റു 7x എന്ന് പറഞ്ഞാൽ 7x ക്യൂബ് ആവും അല്ലേ? അടുത്ത 9x സ്ക്വയർ ആവും. പിന്നെ ഇനി 5x കൊണ്ട് ചെയ്യാം അല്ലേ? 5x അല്ലേ? 1 2 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? -5x ആണ്. -5x ഇൻറ്റു എക്സ് ക്യൂബ് -5x റേസ് ടു 4. പിന്നെ അടുത്ത് -5x ഇൻറ്റു 7x എന്ത് വരും? -35x സ്ക്വയർ ആയിരിക്കും. പിന്നെയോ -5x ഇൻറ്റു 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -45x അല്ലേ? ഇനി 8ൻ്റെ ടേമാണ്. 8 എന്താണ്? 8 ഇൻറ്റു എക്സ് ക്യൂബ്, രണ്ടും പ്ലസ് ആണ്. അപ്പോൾ പ്ലസ് 8x ക്യൂബ്. അടുത്ത് പ്ലസ് എത്രയാവും? 8 ഇൻറ്റു 7x എന്ന് പറഞ്ഞാൽ 56x വരും. പ്ലസ് എന്ത് വരും? 8 ഇൻറ്റു 9 72 വരും. അപ്പോൾ നമ്മൾ ഇനി നമുക്കൊന്ന് ഷോർട്ടൻ ചെയ്ത് എഴുതാൻ പറ്റും നോക്കാം. എക്സ് റേസ് ടു 5ൻ്റെ ഒറ്റ ടേമേ ഉള്ളൂ, അത് എഴുതി. പിന്നെ എക്സ് റേസ് ടു 4ൻ്റെ 1 കിടക്കുന്നുണ്ട്, ഒറ്റൊന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ -5x റേസ് ടു 4 എഴുതി. ഇനി അടുത്ത ക്യൂബിൻ്റെ ഈ ഒരു ടേം ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ടേം കിടക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും പ്ലസ് ആണ്. അപ്പോൾ 8ഉം 7ഉം എത്രയാണ്? 15 അല്ലേ? 15x ക്യൂബ് വരും. ദെൻ എക്സ് ക്യൂബിൻ്റെ ടേമായി. പിന്നെ എക്സ് സ്ക്വയറിൻ്റെ ടേം എത്ര ഉണ്ട്? ഒരു 9x സ്ക്വയറും -35x സ്ക്വയറും. അപ്പോൾ എത്രയായി? -35 ഒന്ന് 9 മൈനസ് ചെയ്യാം അല്ലേ? അപ്പോൾ എത്ര വരും? 26 വരും. -26x സ്ക്വയർ ആവും. ഈ ടേമുകളും കഴിഞ്ഞു. ഇനിയുള്ളത് എന്താണ്? എക്സിൻ്റെ ടേമുകളുണ്ട് അല്ലേ? എക്സിൻ്റെ ടേം എന്താ? -45xും 56ഉം നേരത്തെ പോലെ തന്നെ എത്ര വരും? +11x + 72 എന്ന് വരും. നമുക്ക് ഇതാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു അല്ലേ? എക്സ്പാൻഷൻ ഇനി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് y എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഇങ്ങനെയായി മാറി. ഇനി dy/dx കണ്ടുപിടിച്ച് നോക്കാം നമുക്ക്. എന്താ വരിക? x⁵5ൻ്റെ 5x റേസ് ടു 4, ഇവിടെ 20x ക്യൂബ് ആവും അല്ലേ? 5 ഇൻറ്റു 4 അങ്ങനെ വരും. പിന്നെ ഇവിടെ ആണെങ്കിലോ 15 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ 3x സ്ക്വയർ ആവുമല്ലോ. അപ്പോൾ 3 ഇൻറ്റു 15 വരുമ്പോൾ 45x സ്ക്വയർ ആവും. -2 ഇൻറ്റു 20 52x ആയിരിക്കും. +11xൻ്റെ 11 ആയിരിക്കും അല്ലേ? ഇതാണ് രണ്ടാമത്തെ വഴി ചെയ്യുമ്പോൾ കിട്ടുന്നത്. രണ്ടും സെയിം ആണോ? ആദ്യത്തെ ടേമുമായിട്ട് നോക്കുമ്പോൾ അല്ലേ? രണ്ടും സെയിം തന്നെയാണ്. ഇനി മൂന്നാമത് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലോഗ് യൂസ് ചെയ്യാൻ അല്ലേ? ലോഗ് യൂസ് ചെയ്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് dy/dx ഒന്ന് ചെയ്ത് നോക്കാം. എന്താണ് dy/dx എങ്ങനെ കണ്ടുപിടിക്കാം? ലോഗ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ y = ആ പേര് കൊടുക്കാം അല്ലേ? y = നമുക്ക് ആ ടേം എടുക്കാം ആദ്യം. ഇപ്പോൾ എന്താ വരിക? x² - 5x + 8, അതുപോലെ തന്നെ x³ + 7x + 9 അല്ലേ? ഇത് രണ്ടും എടുത്തു. ഇനി രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹിയർ ലോഗ് y അല്ലേ? ഇവിടെ എന്ത് വരും? log x² - 5x + 8, അതുപോലെ തന്നെ x³ + 7x + 9 എന്ന് വരും. ഇത് രണ്ടും ലോഗിൻ്റെ ഉള്ളിലാണ് വരുന്നത് അല്ലേ? ഇനി രണ്ട് സൈഡിലും എന്ത് ചെയ്യാം? റൈറ്റ് സൈഡിൽ നമുക്ക് ലോഗിൻ്റെ പ്രോപ്പർട്ടി ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തായിട്ട് മാറും? ഇങ്ങനെ കിട്ടും. ലോഗ് y വിൽ ബി ലോഗ് എന്ത് ടേം വരും? ഫസ്റ്റത്തെ ടേം log x² - 5x + 8 വരും അല്ലേ? പ്ലസ് log ab എന്ന് പറഞ്ഞാൽ log a + log b അല്ലേ? അപ്പോൾ log x³ മൈനസ് അല്ലേ 7x + 9 7x + 9 എന്നിങ്ങനെ വരും അല്ലേ? log x³ + 7x ആണ്, ഇങ്ങനെ വരും. ഇനി നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കറിയാം 1/y × dy/dx ആണ്. ഇവിടെയാണെങ്കിൽ 1/ ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² - 5x + 8 ആണ്. പിന്നെ എന്ത് വേണം? x² - 5x + 8ൻ്റെ വേണം. അതെന്താ വരിക? x²ൻ്റെ 2x - 5 അല്ലേ? ഇനി ഇവിടെയാണെങ്കിലോ 1/x³ + 7x + 9 വരും. ഇൻറ്റു ഈ ടേമിന് ഡെറിവേറ്റീവ് വേണം.
എക്സ് ക്യൂബിൻ്റെ എന്താ 3x² പ്ലസ് 7 ആണ് അല്ലേ. ഇപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും നമ്മൾ. ഇനി നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ബാക്കി രണ്ടുമായി ചെയ്തതുപോലെ തന്നെയാണോ നോക്കണം. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. കാരണം dy/dx ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ y അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? *y ആവും. ഇവിടെയാണെങ്കിലോ നമുക്ക് എന്ത് വരും? 2x - 5 ഡിവൈഡഡ് ബൈ x² - 5x + 8 വരും അല്ലേ. ഇവിടെയാണെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്ത് എഴുതുന്നു മാത്രം. 2x² + 7 ഡിവൈഡഡ് ബൈ x³ + 7x + 9 അല്ലേ. അപ്പോൾ ഈ ടേം ഇങ്ങനെ എഴുതിയാൽ പോരാ. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആ ഒരു ക്വസ്റ്റിൻ്റെ അഡീഷണൽ ആയിട്ട് ചോദിക്കുന്നുണ്ട്. 3 രീതിയിൽ ചെയ്താൽ കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഒരേപോലെ തന്നെയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം അല്ലേ. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഉള്ളിൽ ആദ്യം ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ? y പുറത്തുണ്ട്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരിക അല്ലേ? ഈ പരസ്പരമല്ലേ ക്രോസ് മൾട്ടിപ്ലൈ. 2x - 5 ഇൻറ്റു എന്താണ്? x³ + 7x + 9 ആയിരിക്കും. പ്ലസ് എന്താണ്? x² - 5x + 8നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 3x² + 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. താഴെ എന്താണ്? താഴെ x² - 5x + 8 ഇൻറ്റു x³ + 7x + 9 എന്ന് വരും അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഉള്ളിലൊക്കെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അല്ലേ എന്താ ചെയ്യുക? ഈ ടേം നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. y അവിടെ നിന്നോട്ടെ അല്ലേ. മുകളിലുള്ള ടേം ഈ ഒരു പരസ്പരം ഒന്ന് ഇൻറ്റു ചെയ്ത് നോക്കാം. ഈ ഒരു പരസ്പരം ഇൻറ്റു. താഴെയുള്ള ടേം അങ്ങനെ നിന്നോട്ടെ. താഴെയുള്ള ടേം ഞാൻ അങ്ങനെ തന്നെ എഴുതി. കാരണം നമുക്കത് ലാസ്റ്റ് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. കാരണം പുറത്തുള്ള y എന്ന് പറഞ്ഞാൽ ഇതേ ടേം അല്ലേ. അപ്പോൾ നമുക്കത് ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ അല്ലേ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. കാരണം y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതേ ടേം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്നും ക്യാൻസൽ ചെയ്യാമല്ലോ. മുകളിൽ ഇനി ഒന്ന് ചെയ്ത് നോക്കിയാൽ എന്താ വരിക? 2x ഇതിനെ ഓരോന്നായിട്ട് ചെയ്യുക, 5നെ ഓരോന്നായിട്ട് ചെയ്യുക. അപ്പോൾ എന്താ വരിക അല്ലേ? 2x⁴ - 14x² + 14x² വരും. പിന്നെ പ്ലസ് 18x ആയിരിക്കും അല്ലേ. പിന്നെ -5x³ പിന്നെ അടുത്ത എന്താണ്? -35x ആയിരിക്കും അല്ലേ. പിന്നെന്താണ്? 5 × 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 അല്ലേ. -45 വരും. പിന്നെ പ്ലസ് 3x⁴ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ ടേം ആയിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. -15x³ + 24x² + 7x² -35x + 56 ഇങ്ങനെ വരും അല്ലേ. നോക്കി നോക്കൂ. മുകളിലൊന്ന് നോക്കിയാൽ മതി. മുകളിൽ എന്താ? x⁴ അഗെയിൻ അല്ലേ. ഇവിടെ 5 അല്ലേ. 3 2 5 5x⁴ അല്ലേ. 14x². അതുപോലെ തന്നെ ക്യൂബിൻ്റെ നോക്കാം അല്ലേ. -5x³ -15x³ എത്ര വരും? -20x³. ഇവിടെ y ഉണ്ട് കേട്ടോ. y 20x³ അടുത്ത് x² എത്ര വരിക? 45x² അല്ലേ. -52x + 11 അല്ലേ. താഴെ ഇതേ ടേം ഉണ്ട്. അപ്പോൾ x² - 5x + 8 ഈ ടേം തന്നെയല്ലേ y. ഈ ടേം തന്നെയല്ലേ y അല്ലേ. നമ്മൾ ആ y ആയിട്ട് എടുത്തിരിക്കണം. അപ്പോൾ ഇതൊന്ന് ക്യാൻസൽ ചെയ്യാം. ഫൈനൽ ആൻസർ എന്തായിരിക്കും? 5x⁴ 20x³ + 45x² - 52x + 11. ഇപ്പോൾ ഇതാണ് ആൻസർ. നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 3 കിട്ടിയതും സെയിം ആൻസർ തന്നെയാണ് അല്ലേ. 3 കിട്ടിയതും സെയിം ആൻസർ തന്നെയാണ്. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്തിട്ടാണെങ്കിൽ എക്സ്പാൻഷൻ യൂസ് ചെയ്തിട്ടാണെങ്കിൽ ലോഗ് യൂസ് ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഒരു കാര്യം നിങ്ങളിതിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ലോഗ് യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ലെങ്തി ആവുന്നത്. അപ്പോൾ എല്ലാ സാഹചര്യങ്ങളും ലോഗ് യൂസ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല ചെയ്യുക. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്തപ്പോഴാണ് ആൻസർ പെട്ടെന്ന് കിട്ടിയത്.
അല്ലേ? അപ്പം അതും നിങ്ങൾ മനസ്സിലാക്കണം. 17ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? യു വി ഡബ്ല്യു ആർ ഫങ്ഷൻസ് ഓഫ് എക്സ് ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യു വി ഡബ്ല്യുവിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡി യു ബൈ ഡി എക്സ് ഇൻറ്റു വി ഇൻറ്റു ഡബ്ല്യു പ്ലസ് യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഡബ്ല്യു പ്ലസ് യു ഇൻറ്റു വി ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡി എക്സ്. രണ്ട് രീതിയിൽ ചെയ്ത് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്തിട്ടും അത് വരുന്ന ലോഗിൻ്റെ എക്സ്പ്രഷൻ അല്ലെ ഡിഫറൻസിയേഷൻ യൂസ് ചെയ്തിട്ടും. നമുക്ക് നോക്കാം. ആദ്യം പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്തിട്ട് ചെയ്യാം അല്ലെ. പ്രൊഡക്റ്റ് റൂൾ നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് തുടങ്ങി വയ്ക്കാം യു ഇൻറ്റു വി ഇൻറ്റു ഡബ്ല്യു ആണ്. നമ്മൾ പ്രൊഡക്റ്റ് റൂൾ പഠിച്ചിരിക്കുന്നത് എന്താ? പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിനാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ. ആക്ച്വലി മൂന്നെണ്ണത്തിൻ്റെ പ്രൊഡക്റ്റ് റൂളാണ് ഇപ്പോൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് യു വി രണ്ടെണ്ണത്തിന് നമുക്കറിയാം ഫസ്റ്റ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു രണ്ടാമത്തേൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു രണ്ടാമത്തിൻ്റെ ഡെറിവേറ്റീവ്, രണ്ടാമത്തെ ഇൻറ്റു ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ്. ഇതാണ് രണ്ടെണ്ണത്തിന് പ്രൊഡക്റ്റ് റൂൾ. അത് ഇവിടെ അപ്ലൈ ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യണം? ഡി ബൈ ഡി എക്സ് ഓഫ് ഇതിനെ നമ്മൾ ആദ്യം യുവും വിയും ഒരുമിച്ചും ഡബ്ല്യുവിനെ എന്ത് ചെയ്യുന്നു? രണ്ടാമതുമായിട്ട് എടുക്കുകയാണ് അല്ല. യുവും വി എന്നുള്ളത് ഒറ്റ ഫംഗ്ഷനായിട്ടും ഡബ്ല്യുവിനെ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ ഇനി അപ്ലൈ ചെയ്തൂടെ? ഈ പ്രൊഡക്റ്റോട് അപ്ലൈ എന്താ വരിക? ഡി ഡബ്ല്യു ബൈ ഡി എക്സ് അല്ലേ, ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു രണ്ടാമത്തെ ഫംഗ്ഷൻ പ്ലസ് അല്ലേ രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ആദ്യത്തെ ഫംഗ്ഷൻ അല്ലേ. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ഈ ടേമിൽ ഒരു ഡെറിവേറ്റീവ് ഉണ്ടല്ലോ, അത് ചെയ്യാമല്ലോ. വീണ്ടും പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാം. എന്ത് ചെയ്യാം? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു അല്ലെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു, അതെങ്ങനെ വേണമെങ്കിൽ ആവാമല്ലോ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഇൻറ്റു രണ്ടാമത്തെ ഫംഗ്ഷൻ പ്ലസ് അല്ലേ ആദ്യത്തെ ഫംഗ്ഷൻ ഇൻറ്റു രണ്ടാമത്തേൻ്റെ ഡെറിവേറ്റീവ്, പുറത്ത് ഒരു ഡബ്ല്യു ഉണ്ട്. ഇനി ഇവിടെ ആണെങ്കിലോ ഡി ഡബ്ല്യു ബൈ ഡി എക്സ് അവിടെ തന്നെ എഴുതി. നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാമല്ലേ, യു ഇൻറ്റു വി അവിടെ എഴുതി. ഫസ്റ്റ് ഒന്ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്തായി ഡബ്ല്യു ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തൂടെ. അപ്പോൾ എന്തായിരിക്കും? ഡി യു ബൈ ഡി എക്സ് ഇൻറ്റു വി ഇൻറ്റു പുറത്തെ ഡബ്ല്യു വരും പ്ലസ് എന്താ വരിക? യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇൻറ്റു ഡബ്ല്യു വരും പ്ലസ് ഇവിടെ ആണെങ്കിലോ ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഇൻറ്റു യു ഇൻറ്റു വി വരും. തന്നെയല്ലേ പ്രൂവ് ചെയ്യേണ്ടത് പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയല്ലേ അല്ലേ. എല്ലാം മൾട്ടിപ്ലിക്കേഷനാണ്. ഒന്ന് എല്ലാം അതേപോലെ തന്നെയാണ് അല്ലേ. ഇനി ഇത് ലോഗ് വെച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ലോഗ് വെച്ച് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന വൈ എന്നെടുക്കാം അല്ലേ. ലെറ്റ് വൈ ഈക്വൽ ടു എന്താണ്? യു വി ഡബ്ല്യു ആയിട്ട് എടുക്കാം. അപ്പോൾ ലോഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ലോഗ് വൈ വിൽ ബി ലോഗ് യു വി ഡബ്ല്യു വരും. ഇനി ലോഗിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് എന്താ? ലോഗ് വൈ വിൽ ബി എന്തായിരിക്കും? ലോഗ് യു പ്ലസ് ലോഗ് വി പ്ലസ് ലോഗ് ഡബ്ല്യു ആയിരിക്കും. ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്തൂടെ? അപ്പോൾ എന്ത് വരും? ഇവിടെ 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ആയിരിക്കും. ഇവിടെയോ 1/u ആദ്യ ലോഗിൻ്റെ, പിന്നെ യുവിൻ്റെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഇവിടെ 1/v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് ഇവിടെ 1/w ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡി എക്സ് വന്നു. ഇനി നമുക്ക് വൈ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ പ്രോബ്ലത്തിലൊക്കെ ചെയ്ത പോലെ ഡി വൈ ബൈ ഡി എക്സ് ആണ് ചോദ്യം. അപ്പോൾ ആ വൈനെ ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ. ഇൻറ്റു വൈ ആവും. ഇവിടെയാണെങ്കിലോ 1/u ഡി യു ബൈ ഡി എക്സ് പ്ലസ് 1/v ഡി വി ബൈ ഡി എക്സ് പ്ലസ് 1/w ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡി എക്സ് അല്ലേ. ഇനി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വി ഡബ്ല്യു അല്ലേ. അപ്പോൾ ഈ വൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഈ വൈക്ക് പകരം നമുക്ക് ഇവിടെ യു വി ഡബ്ല്യു എന്ന് കൊടുക്കാം. ഇനി അത് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? യു വി ഡബ്ല്യു ബൈ യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് അല്ലേ. ഫസ്റ്റ് ടേം ഇങ്ങനെയല്ലേ വരിക. രണ്ടാമത്തെ ആണെങ്കിലോ യു വി ഡബ്ല്യു ഇൻറ്റു 1/v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് വരും. ലാസ്റ്റ് ടേം ഇതേപോലെ തന്നെ അല്ലേ. യു വി ഡബ്ല്യു ഇൻറ്റു 1/w ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡി എക്സ്. ഇനി ഇത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ? ഈ യുവും ക്യാൻസൽ ചെയ്യാം. ഇവിടെയാണെങ്കിൽ വിയും ക്യാൻസൽ ചെയ്യാം. ഇവിടെയാണെങ്കിൽ ഡബ്ല്യൂയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആൻസർ എന്താ വരിക? വി ഡബ്ല്യു ഡി യു ബൈ ഡി എക്സ് പ്ലസ് യു ഡബ്ല്യു ഡി വി ബൈ ഡി എക്സ് പ്ലസ് എന്താണ്?
യു വി ഇൻറ്റു ഡി ഡബ്ല്യു ബൈ ഡി എക്സ് തന്നെയല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന. ഓർഡർ മാറി നിങ്ങൾ നോക്കണ്ട, കാരണം എന്താ, എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇപ്പോൾ വി ഡബ്ല്യു ഡി യു ബൈ ഡി എക്സ് എന്നുള്ളതിന് ഡി യു ബൈ ഡി എക്സ് ആദ്യം എഴുതിയിട്ട് ഡി യു ബൈ ഡി എക്സ് ഇൻറ്റു വി ഇൻറ്റു ഡബ്ല്യു എന്നൊക്കെ എഴുതാം കേട്ടോ. അപ്പോൾ അത് രണ്ട് രീതിയിൽ നമ്മൾ പ്രൂവ് ചെയ്തു. ഇതാണ് 17ാമത്തെ ആൻസർ എന്ന് പറയുന്നത്.